Hi, good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ കുറച്ച് കണ്ടൻറ്റുകൾ പഠിച്ച കണ്ടൻറ്റുകളെല്ലാം ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ, ആർ യു പ്രാക്ടീസിങ് ദ ക്വസ്റ്റ്യൻസ്? നമ്മളൊരു കണ്ടൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ, തറവാക്കി കഴിഞ്ഞാൽ വി ഹാവ് ടു പ്രാക്ടീസ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ദെൻ ഓൺലി വി ക്യാൻ സ്കോർ മാർക്ക് ദെയർ. ഓക്കെ, സോ നമ്മൾ നല്ല ഫുൾ എഫേർട്ട് എടുത്ത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളല്ല, ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ വേണം കൂടുതലും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടുന്നത്. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസും എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വൺ ചാപ്റ്റർ ദാറ്റ് ഈസ് സർഫസ് കെമിസ്ട്രി. വി സ്റ്റഡീഡ് ദെയർ ഇൻ 12th സ്റ്റാൻഡേർഡ്. പരീക്ഷയൊക്കെ എഴുതിയല്ലേ ഉള്ളൂ. ഇപ്പോൾ സർഫസ് കെമിസ്ട്രിയിൽ ന്യൂമറിക്കൽസോ അല്ലെങ്കിൽ വളരെ ടഫായിട്ടുള്ള കണ്ടൻറ്റുകളൊന്നുമില്ല. ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് സർഫസ് കെമിസ്ട്രി. ആർക്കും കെമിസ്ട്രി പഠിക്കാത്തവർക്കും വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സർഫസ് കെമിസ്ട്രി. സിമ്പിളായിട്ട് വായിക്കാം. കുറേ കണ്ടൻ്റ് ഉണ്ട്, ലെങ്തിയാണ് കണ്ടൻറ്റ്. ആ കണ്ടൻറ്റുകളെല്ലാം നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു പോകണം. ഓക്കെ, ഇപ്പോൾ സർഫസ് കെമിസ്ട്രിയിൽ ആദ്യം നമ്മൾ പഠിച്ചത്, മെയിനായിട്ട് സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന 2 ടോപ്പിക്കുകളെ കുറിച്ചാണ്. ഒന്ന് അഡ്സോർപ്ഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ, ദെൻ കാറ്റലിസ്റ്റ്, ദെൻ കൊളോയിഡ്. ദീസ് ആർ ദ 3 കണ്ടൻറ്റ് വി സ്റ്റഡീഡ് മെയിൻലി. അഡ്സോർപ്ഷൻ, കാറ്റലിസ്റ്റ്, കൊളോയിഡ്. ഫസ്റ്റ് അഡ്സോർപ്ഷൻ. നിങ്ങൾക്കറിയാം, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ച ഒരു ടേമാണ് 12th സ്റ്റാൻഡേർഡിലും ദെൻ 11th സ്റ്റാൻഡേർഡിലും നമ്മൾ ആ ടേം ഉപയോഗിച്ചു. ക്രോമറ്റോഗ്രാഫി. അവിടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഡ്സോർപ്ഷനാണ്. അഡ്സോർപ്ഷൻ ഈസ് എ സർഫസ് ഫിനോമിനൻ. ഒരു സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ മാത്രം നടക്കുന്ന ഫിനോമിനാണ് അഡ്സോർപ്ഷൻ. വൈ ഇറ്റ് ഈസ് സർഫസ് ഫിനോമിനൻ? വൈ? ബിക്കോസ് അൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സർഫസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള പാർട്ടിക്കിളും സർഫസ് ആയിട്ടുള്ള പാർട്ടിക്കിളും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സബ്സ്റ്റൻസിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിക്കിൾ ദറ്റ് ഈസ് ഈക്വലി ഇൻട്രാക്റ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻ. ബട്ട് വെൻ യു ആർ കൺസിഡറിങ് എ സർഫസ് പാർട്ടിക്കിൾ, ഇറ്റ് ഈസ് ഇൻട്രാക്റ്റഡ് സൈഡ് വൈസ് ആൻഡ് ഡൗൺവേർഡ് പുൾ ഈസ് ദിയർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബാലൻസ്ഡ് വിത്ത് അപ്വേർഡ് പുൾ. സോ ഇൻ ദ സർഫസ് there arises an unbalanced force. Okay, to overcome this unbalanced force, any substance will be coming to the surface, it will attract. That process is called adsorption. Adsorption is the accumulation of substance on the surface. The interior particles are not involving. That is adsorption. Which substance is adsorbed? That substance is called adsorbate. And in which it is adsorbed, it is called adsorbent. സപ്പോസ് ഇവിടെ ഒരു ഗ്യാസ് സബ്സ്റ്റൻസ്, ഏതെങ്കിലും ഒരു മോളിക്യൂൾ ഇവിടെ അഡ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഈ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കും അഡ്സോർബേറ്റ്. എവിടാണോ അഡ്സോർബ് ചെയ്തത്, ദാറ്റ് ഈസ് അഡ്സോർബെന്റ്. അഡ്സോർബേറ്റും അഡ്സോർബെന്റും. നമ്മൾ സോൾവെന്റും സൊല്യൂട്ടും സെയിം കോൺസെപ്റ്റ്. അഡ്സോർബെന്റും അഡ്സോർബേറ്റും. അഡ്സോർബെന്റിന്റെ മാസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ M എന്ന് കൊടുക്കും, അഡ്സോർബേറ്റിന് X എന്ന് കൊടുക്കും. അഡ്സോർബേറ്റ് ആയിട്ട് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കാറുള്ളത് ഗ്യാസസുകളെയാണ് മെയിനായിട്ടും. നമ്മൾ ഈ പ്രിൻസിപ്പിൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാസസ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഗ്യാസസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ അഡ്സോർപ്ഷൻ. അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാസുകൾ പറയുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് വരാം. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, ഓക്കെ, hydrocarbons, then SO2, SO3. Some gases can also be adsorbed. നമ്മൾ അഡ്സോർബേറ്റ് ആയിട്ട് യൂസ് ചെയ്യും ഗ്യാസസ്. ദെൻ അഡ്സോർബെൻറ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അഡ്സോർബെൻറ്റ് എന്ന് പറയുന്നത് ചാർക്കോൾ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് commonly used adsorbent. Other adsorbent we are using, there are silica gel we can use, silicate we can use, then aluminum oxide we are using. Okay, charcoal, silica gel, then alumina, these are the common example we are using as one adsorbent. Adsorbate, most commonly we are using gases. There we can classify 2 gases, natural gases and common gases, other gases. ഇപ്പം ഗ്യാസസിനെ പെട്ടെന്ന് അഡ്സോർബ് ചെയ്ത് നടത്തും. ഈ ഗ്യാസസിൻ്റെ അഡ്സോർപ്ഷൻ ടെൻഡൻസി മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലിക്വിഫാക്ഷൻ പ്രോപ്പർട്ടി. ലിക്വിഫാക്ഷൻ നിങ്ങൾ സോളിഡ് സ്റ്റേറ്റിനകത്ത് സ്റ്റേറ്റ്സോ മാറ്ററിനകത്തും പഠിച്ചതാണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുന്തോറും
ഗ്യാസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുന്തോറും അഡ്സോർപ്ഷൻ ടെൻഡൻസി കൂടും. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഗ്യാസസുകളുണ്ട്. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അഡ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഗ്യാസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ ഓർഡർ. വൈ? ബിക്കോസ് SO2 ഹാസ് മാക്സിമം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഹൈഡ്രജന് ലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുന്തോറും what will be increasing? Adsorption tendency will be increasing. So this will be the order. ഈ ഗ്യാസസിലാണ് നമ്മൾ മോസ്റ്റ് കോമൺലി എന്തായിട്ട് ഉപയോഗിക്കുന്നത്? അഡ്സോർബേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അഡ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാം. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെയിം ഡീസോപ്ഷൻ. ഡീസോപ്ഷന് നമ്മൾ കെമിക്കൽ മെത്തേഡുകളോ ഫിസിക്കൽ മെത്തേഡുകളോ യൂസ് ചെയ്ത് നമുക്ക് ഡീസോപ്ഷൻ നടത്താം. അഡ്സോർബ് ചെയ്ത സബ്സ്റ്റൻസിനെ നമ്മൾ മാറ്റിയെടുക്കുന്നു. അഡ്സോപ്ഷൻ. അപ്പോൾ ഈ അഡ്സോപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫിനോമിനാണ്. എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാസ് ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അഡ്സോപ്ഷൻ ഫിനോമിനൻ യൂസ് ചെയ്യാം. പിന്നെ കളേർഡ് ആയിട്ടുള്ള മാറ്ററിനെ ഒരു മിക്സറിൽ നിന്ന് നമുക്ക് കളേർഡ് ആയിട്ടുള്ള കമ്പോണൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യണം. ദാറ്റ് ടൈം വി ക്യാൻ അപ്ലൈ അഡ്സോപ്ഷൻ. ഡൈയിങ് ഏജൻറ്റ്, ഡൈയിങ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അഡ്സോപ്ഷൻ പ്രോസസ്സ്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോപ്ഷൻ? അഡ്സോപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ അതിൽ ഒന്നെന്ന് പറയുന്നത് നേച്ചർ ഓഫ് അഡ്സോർബെൻറ്റ്, സെക്കൻഡ് വൺ നേച്ചർ ഓഫ് അഡ്സോർബേറ്റ്. കാരണം ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് അഡ്സോപ്ഷൻ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അഡ്സോപ്ഷൻ പ്രോപ്പർട്ടി. Then next one is temperature and then next one is pressure. These are the factors that affecting adsorption. So first we noted adsorption. എന്താണ് adsorption? Adsorptionൽ രണ്ട് കമ്പോണൻറ്റ്, adsorbent, adsorbate, then desorption. Then importance of adsorption. Then factors affecting adsorption. ഏതൊക്കെ factors? Nature of adsorbent, then nature of adsorbate, then temperature and pressure. Okay, then adsorption. നമുക്ക് ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ what are the different types of adsorption? Adsorption is classified into two types. Which are they? Physisorption and chemisorption. Physical adsorption, chemical adsorption. The difference നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. എക്സാമിനൊക്കെ സാധാരണ ചോദിക്കാറുള്ളതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കെമിസോപ്ഷൻ ആൻഡ് ഫിസിസോപ്ഷൻ. ഫിസിസോപ്ഷൻ ആകുമ്പോൾ വീക്ക് ഇൻട്രാക്ഷൻ ആണ്. അഡ്സോർബേറ്റ് ഇൻട്രാക്ട് ചെയ്യുന്നത് ഓൺലി വീക്ക് ഇൻട്രാക്ഷനിലേക്ക് വാണ്ടർവാൾസ് ഫോഴ്സസ് ഓർ ഡൈപോൾ ഇൻട്രാക്ഷൻ. മെയിൻലി വാണ്ടർവാൾസ് ഫോഴ്സസ് മാത്രമേ ഇവിടെ വരാറുള്ളൂ ഇതിൽ ഫിസിസോപ്ഷനിൽ. കെമിസോപ്ഷൻ ആകുമ്പം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഇൻ ദ സെൻസ് ദർ ഇസ് നോ അയോണിക് ബോണ്ട് ഓർ കോവാലൻ ബോണ്ട്. സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ഒന്നും ഫോം ചെയ്യാറില്ല, കാരണം സർഫസിൽ മാത്രം നടക്കുന്ന ഒരു ഇൻട്രാക്ഷൻ മാത്രമാണ്. സോ ഇറ്റ് ഡ്യൂ ടു മേ ബി ഡൈപോൾ ഇൻട്രാക്ഷൻ ഓർ അയോൺ ഡൈപോൾ ഇൻട്രാക്ഷൻ ഓർ അറ്റ്ലീസ്റ്റ് ഹൈഡ്രജൻ ബോണ്ട് സ്ട്രോങ്ങിൽ വരുന്നത്. അപ്പം ഫിസിസോപ്ഷനേക്കാളും കുറച്ച് ഇൻട്രാക്ഷൻ കൂടുതലാണ് കെമിസോപ്ഷൻ. ഇൻട്രാക്ട് ചെയ്ത് നിർത്തുമ്പോൾ ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസിനെ ഇൻട്രാക്ട് ചെയ്തെത്തുമ്പോൾ എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പോൾ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. ∆H ആൾവേസ് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് എനർജി ഈസ് ലോ, ദിസ് എനർജി ഈസ് മോർ. കാരണം ഇവിടെ സ്ട്രോങ് ഇൻട്രാക്ഷനാണ്. ഇവിടെ ഒരു 20 to 40 റേഞ്ചിലാണ് എനർജി റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 400 to 800 കിലോ ജൂൾ ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. ഡിഫറൻസ് നിങ്ങൾക്ക് ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫിസിസോപ്ഷനും കെമിസോപ്ഷനും. മോർ എനർജി വിൽ ബി റിലീസിങ് ലെസ് എനർജി. ആക്ടിവേഷൻ എനർജി ഇവിടെ ലെസ്, ഇവിടെ മോറാണ്. ദെൻ ഫിസിസോപ്ഷനിലാണെങ്കിൽ അഡ്സോർപ്ഷൻ വീക്ക് ആയതുകൊണ്ട് ഒരുപാട് ലെയേഴ്സിനെ അതിനെ അഡ്സോർബ് ചെയ്ത് നടത്താൻ പറ്റില്ല. യൂണി ലെയർ ആയിരിക്കും മിക്കവാറും ഫോം ചെയ്യുന്നത് ഫിസിസോപ്ഷനിൽ.
കെമിസോപ്ഷൻ ആയപ്പോൾ ഇൻട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, മൾട്ടി ലെയേഴ്സ് വിൽ ബി ഫോംഡ്. ഓക്കെ, സ്ട്രോങ് ഇൻട്രാക്ഷൻ, അപ്പോൾ ഒരുപാട് ലെയേഴ്സിനെ അവന് ഇൻട്രാക്ട് ചെയ്ത് നടത്താൻ പറ്റും. മൾട്ടി ലെയേഴ്സ് വിൽ ബി ഫോംഡ്. പിന്നെ എനർജി, ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കെമിസോപ്ഷൻ ആൻഡ് ഫിസിസോപ്ഷൻ. ഫിസിക്കൽ എഡ്സോപ്ഷനും കെമിക്കൽ എഡ്സോപ്ഷനും. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. കോളം വരച്ച് പോയിന്റ്സ് ബൈ പോയിന്റ്സ് എല്ലാ പോയിന്റ്സും അറിയണം. ഏതെങ്കിലും പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് അഡ്സോപ്ഷൻ ആണെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ കം ടു ഫാക്ടേഴ്സ്. നേച്ചർ ഓഫ് അഡ്സോർബൻറ്റ്, നേച്ചർ ഓഫ് അഡ്സോർബേറ്റ്, ടെമ്പറേച്ചറും പ്രഷറും. ആക്ച്വലി ഇൻ ദ കേസ് ഓഫ് ടെമ്പറേച്ചർ, ഫിസിസോപ്ഷൻ, വെൻ യു ആർ കൺസിഡറിങ് ഫിസിസോപ്ഷൻ, ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഫിസിസോപ്ഷനിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഫിസിസോപ്ഷൻ ഡിക്രീസസ്. കാരണം വീക്ക് ഇൻട്രാക്ഷനാണ്. ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകും ഇൻട്രാക്ഷൻ. കെമിസോപ്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഫസ്റ്റ് ദ അഡ്സോപ്ഷൻ ടെൻഡൻസി വിൽ ഇൻക്രീസ്. കാരണം സ്ട്രോങ് ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ ഫേവറബിൾ ആണ്. പക്ഷേ ഒരുപാട് ടെമ്പറേച്ചർ കൊടുത്താൽ അവനും ബ്രേക്ക് ചെയ്തു പോകും. അപ്പോൾ ഫസ്റ്റ് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് അഡ്സോപ്ഷനും x/m, അഡ്സോർബേറ്റിൻ്റെ മാസം അഡ്സോർബൻറ്റിൻ്റെ മാസം വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ഫിസിസോപ്ഷൻ ആകുമ്പം റേറ്റ് ഓഫ് അഡ്സോപ്ഷൻ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ഇങ്ങനെ പോകും. ദെൻ കെമിസോപ്ഷൻ്റെ കേസിൽ സെയിം ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ x/m against phi, rate of absorption first increases, reaches a maximum and then decreases. This way, this graph represents which absorption? Chemisorption. This is physisorption. With respect to one temperature, ഒരു particular temperatureലാണ്, sorry, not particular temperature, with respect to temperature ആണ് നമ്മൾ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ വേരി ചെയ്യുക, പ്രഷർ കോൺസ്റ്റന്റ്. സോ ടെമ്പറേച്ചർ നോട്ട് പ്രഷർ. ടെമ്പറേച്ചർ വേരി ചെയ്താണ്, ടെമ്പറേച്ചറുടെ എക്സാക്സിൽ നമ്മൾ എടുത്ത് ടെമ്പറേച്ചർ വേരി ചെയ്താണ് നമ്മൾ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം ഏതാണെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഫാക്ടർ നമുക്ക് പഠിക്കാനുള്ളത്, നെക്സ്റ്റ് ഫാക്ടർ ഈസ് വിച്ച് വൺ? പ്രഷർ. പ്രഷർ എഫക്റ്റ് ചെയ്യുന്നത് ഗേഷ്യസ് സിസ്റ്റത്തിലാണ്. ഒരു ഗ്യാസ് സോളിഡിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രഷറിൻ്റെ എഫക്റ്റ് വരുന്നത്. ഓക്കെ, ദെൻ x/m with respect to pressure. At a particular temperature, we are noting the graph of x/m against p. That time, physisorption chemisorption, first നമ്മൾ മെയിനായിട്ട് കെമിസോപ്ഷനാണ് ഇൻട്രാക്ഷൻ എടുക്കുന്നത്. ഫസ്റ്റ് ഇത് ഇൻക്രീസ് ചെയ്തു. എന്ത് ഇൻക്രീസ് ചെയ്തു? റേറ്റ് ഓഫ് അഡ്സോപ്ഷൻ. ഒരു പെർട്ടിക്കുലർ പ്രഷർ എത്തിയപ്പം അത് സ്റ്റഡി ആയിട്ട് പോയി. ഇതൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഇത് ചെയ്തത്. സപ്പോസ് ഇഫ് ഈ T1 ആണെങ്കിൽ അടുത്ത ടെമ്പറേച്ചർ, അടുത്ത ഗ്രാഫ് എനിക്ക് കിട്ടിയത് ഈ രീതിയിലാണ് ഗ്രാഫ് വന്നത്, T2. സോ ഫ്രം ദ ഗ്രാഫ് what is the relation between T1 and T2? T2 ടെമ്പറേച്ചറിൽ എത്തിയപ്പോൾ റേറ്റ് ഓഫ് അഡ്സോപ്ഷൻ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ആരാണ് ഹൈ ടെമ്പറേച്ചർ? T2 ഈസ് ഹയർ. T2 ഈസ് ഗ്രേറ്റർ ദാൻ T1. T1ലാണ് അഡ്സോപ്ഷൻ റേറ്റ് കൂടി വന്നത്. ലോ ടെമ്പറേച്ചറിലാണ് റേറ്റ് ഓഫ് അഡ്സോപ്ഷൻ കൂടുതൽ. ഹയർ ടെമ്പറേച്ചറിൽ ദിസ് ഈസ് ദ റേറ്റ് ഓഫ് അഡ്സോപ്ഷൻ വിത്ത് റെസ്പെക്ട് ടു pressure at a particular temperature. Okay, now at a particular temperature I noted the graph. We are getting a graph like this. From the graph it is clear that at a low pressure, the pressure is low. At a low pressure, the rate of absorption x/m directly proportional to pressure. x/m pressure, കുറഞ്ഞ പ്രഷറിൽ പ്രഷർ കൂടുന്നതനുസരിച്ച് x/m കൂടി കൂടി പോവുകയാണ്. At a high pressure, x/m, very high pressure എത്തുമ്പോൾ x/m steady ആണ്. x/m is independent of pressure. പ്രഷറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പോകുന്നത്, ഹൈ പ്രഷർ. ദെൻ അറ്റ് മോഡറേറ്റ് പ്രഷർ x/m, how it is related? x/m is proportional to pressure raised to 1/n. That is the relation between rate of absorption and pressure at a moderate temperature. Okay, so moderate temperature x/m proportional to p raised to 1/n, or x/m is equal to k into p raised to 1/n. Okay, this relation, then 1/n, n is a positive integer. The value of 1/n is always between 0 and 1.
1/n വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കാണ് വരുന്നത്. n ഈസ് ആൻ ഇൻറ്റീജർ, 1, 2, 3 എക്സെട്ര ആണ്. ഓക്കെ, മോഡറേറ്റ് പ്രഷറിലാണ് ദിസ് റിലേഷൻ വരുന്നത്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് റിലേഷൻ? ദിസ് റിലേഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സയൻറ്റിസ്റ്റ് Freundlich. So that graph we are representing as Freundlich adsorption isotherm. Freundlich adsorption isotherm. What is the relation? X by m is equal to k into p raised to 1 by n. Taking log on both sides, log x by m is equal to log product log a plus log b 1 by n log p. Log ab, log a plus log b format എഴുതി. Now log x by m is equal to 1 by n log p plus log k. And just ഒന്ന് rearrange ചെയ്തു ഇക്വേഷൻ. എന്തിനാ rearrange ചെയ്തു? Now the equation is in the format of y is equal to mx plus c. What is m? Slope of the line. ഇവിടെ എന്താണ് സ്ലോപ്പ് നമുക്ക് കിട്ടുന്ന? 1 by n ആണ് സ്ലോപ്പ്. Freundlich adsorption isotherm. Okay. Then this is applicable for gaseous system. Same concept we can apply in the case of liquid system also. Solution ആകുമ്പോൾ പ്രഷറിന് വരും എന്ത് വരും? കോൺസെൻട്രേഷൻ. So in solution what is the relation? X by m is equal to k into c raised to 1 by n. What is c? Concentration of the solution. So same graph you are getting, slope also you are getting. Slope important ആണ്. എൻ്റെ ലൈനിൻ്റെ സ്ലോപ്പ് ചോദിച്ചാൽ 1 by n. ഇവിടെയും സ്ലോപ്പ് 1 by n ആണ്, പക്ഷേ കോൺസെൻട്രേഷനും എക്സ് ബൈ എമ്മും ആയിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇവിടെ ലോഗ് പിയും ലോഗ് എക്സ് ബൈ എമ്മും, ഇവിടെ ലോഗ് സിയും ലോഗ് എക്സ് ബൈ എമ്മും ആണ് ഗ്രാഫ് വരയ്ക്കുന്നത്. സ്ലോപ്പ് ഓഫ് ദി ലൈൻ ഈസ് 1 by n. Freundlich adsorption isotherm. ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു. Freundlich adsorption isotherm. അതേപോലെ ലോങ് മെയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും ലോങ് മെയർ അഡ്സോർപ്ഷൻ ഐസോതേമും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലോങ് മെയർ അഡ്സോർബ് ചെയ്ത സബ്സ്റ്റൻസിൻ്റെ റേറ്റ് വെച്ചാണ് എന്തുമാത്രം അഡ്സോർബ് ചെയ്തു, ബാക്കി സർഫസിൽ എന്തുമാത്രം അഡ്സോർബ് ചെയ്തില്ല, ആ രണ്ട് ഏരിയയും വെച്ചുകൊണ്ടാണ് ലോങ് മെയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ലോങ് മെയർ അഡ്സോർപ്ഷൻ ഐസോതേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ നോ? ദീസ് ആർ ദ കണ്ടന്റ് യു ഹവ് ടു സ്റ്റഡി ദെയർ ഇൻ അഡ്സോർപ്ഷൻ. ഇറ്റ് ഈസ് എ സർഫസ് ഫിനോമിന. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ മെയിനായിട്ട് പഠിച്ചിട്ടുണ്ട്. ക്രോമറ്റോഗ്രഫി, ഡിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ, ഒരുപാട് ടെക്നിക്കൽ അല്ലെങ്കിൽ സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അഡ്സോർപ്ഷൻ്റെ ഇൻഡസ്ട്രിയിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ് അഡ്സോർപ്ഷൻ. ദെൻ കം ടു ദ നെക്സ്റ്റ് ടോപ്പിക് വി ഹാവ് ടു സ്റ്റഡി ഹിയർ ഈസ് എ കാറ്റലിസ്റ്റ്. ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാറ്റലിസ്റ്റ് നിങ്ങൾ ലോവർ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. കാറ്റലിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ്, പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്. ദെൻ പിന്നെ ഏതൊക്കെ കാറ്റലിസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? യെസ്, ഓട്ടോ കാറ്റലിസ്റ്റ് ഉണ്ട്. ദെൻ റിയാക്ടൻറ്റിൻ്റെയും കാറ്റലിസ്റ്റിൻ്റെയും ഫേസ് സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. വിച്ച് ആർ ദേ? ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കറ്റാലിറ്റിക് ആക്ഷൻ. എല്ലാം എക്സാമ്പിൾസ് അറിയണം. ഒരു കാറ്റലിസ്റ്റിൻ്റെ കറ്റാലിറ്റി പ്രോപ്പർട്ടി നമുക്ക് ഇൻക്രീസ് ചെയ്യാം ബൈ ആഡിങ് പ്രൊമോട്ടർ. വാട്ട് ഈസ് ദ പ്രൊമോട്ടർ വി ആർ യൂസിങ് ഇൻ ഹേബേഴ്സ് പ്രോസസ്? പ്രൊമോട്ടർ യൂസ്ഡ് ഇൻ ഹേബേഴ്സ് പ്രോസസ് ഈസ് മോളിബ്ഡിനം. മോളിബ്ഡിനം ഈസ് ദ പ്രൊമോട്ടർ. അല്ലെങ്കിൽ നമുക്കവിടെ യൂസ് ചെയ്യാം പൊട്ടാഷ്യം ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും, രണ്ട് മെറ്റൽ ഓക്സൈഡുകൾ യൂസ് ചെയ്യാറുണ്ട് പ്രൊമോട്ടറായിട്ട്. അങ്ങനെ ഓരോ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് പ്രൊമോട്ടേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. കറ്റാലിറ്റി പ്രോപ്പർട്ടി ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാൻ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് പ്രൊമോട്ടർ. ദെൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്, നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസുകൾ പഠിച്ചിട്ടുണ്ട്. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ റിയാക്ടൻറ്റും കാറ്റലിസ്റ്റും ഒരേ സ്റ്റേറ്റിൽ, എസ്റ്റെരിഫിക്കേഷൻ റിയാക്ഷൻ, ഷുഗറിൻ്റെ ഹൈഡ്രോളിസിസ് HCl, ഡൈല്യൂട്ട് HCl ഗ്ലൂക്കോസ് ഫ്രക്ടോസുമായിട്ട് മാറുന്നു. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ. പിന്നെ ഹേബേഴ്സ് പ്രോസസ്സ്, അയൺ ആണ് കാറ്റലിസ്റ്റ്, സോ ദറ്റ് ഈസ് ഹെട്രോജീനിയസ് ആണ്. കോണ്ടാക്ട് പ്രോസസ്സ്, വനീഡിയം പെൻറ്റോക്സൈഡ് ഹെട്രോജീനിയസ്. നൈട്രിക് ആസിഡിൻ്റെ ഓസ്വാൾഡ് പ്രോസസ്സ്, അവിടെ പ്ലാറ്റിനം, മെറ്റൽ ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, ക്രോമിക് ഓക്സൈഡ് കാറ്റലിസ്റ്റ് ഹെട്രോജീനിയസ് ആണ്. റിയാക്ടൻറ്റും കാറ്റലിസ്റ്റും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ ഹോമോജീനിയസ്. ഒരു മിനിമം ഒരു 5 എക്സാമ്പിൾ എഴുതി വയ്ക്കുക. ഹെട്രോജീനിയസ് ഡിഫറൻറ്റ് കാറ്റലിസ്റ്റ് വരുന്ന 5 എക്സാമ്പിൾ എഴുതി വയ്ക്കുക. SO2 + O2 gives SO3. അവിടെ നമ്മൾ
വനേഡിയം പെൻറ്റോക്സൈഡ് ഉപയോഗിക്കാം, നൈട്രിക് ഓക്സൈഡ് യൂസ് ചെയ്യാം. നൈട്രിക് ഓക്സൈഡ് ആണെങ്കിൽ ഹോമോജീനിയസ് വരും, വനേഡിയം പെൻറ്റോക്സൈഡ് ആണെങ്കിൽ ഹെട്രോജീനിയസ് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കറക്റ്റാണ്. പിന്നെ ഓട്ടോ കാറ്റലിസ്റ്റ്. ഓട്ടോ കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ വി ആർ നോട്ട് യൂസിങ് എ കാറ്റലിസ്റ്റ്, ബട്ട് one of the product formed will act as catalyst in that chemical reaction, that is known as auto catalyst. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ടൈട്രേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്സിഡേഷൻ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചു ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൽ. ആ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ബ്യൂററ്റിൽ നിന്നും ഓക്സലേറ്റ് സൊല്യൂഷനിലേക്കോ ഫെറസാൾട്ട് മോർസാൾട്ട് സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന റിയാക്ഷനിൽ നമ്മൾ കാറ്റലിസ്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ആ റിയാക്ഷൻ സ്ലോ ആയിരിക്കും, കുറച്ച് സമയം കഴിയുമ്പോൾ ഹൈ ഫാസ്റ്റിൽ റിയാക്ഷൻ പോകും. ബിക്കോസ് ദ വൺ ഓഫ് ദ പ്രോഡക്റ്റ് ഫോംഡ് M12+ will act as catalyst. Potassium permanganate in the titration manganate ion is converted into Mn2+ ion in which medium? Acid medium. So they formed Mn2+ act as catalyst in that process. Okay, ini catalyst in the heterogeneous catalyst in the mechanism ningalode padikkunnundu. Appo catalyst in the പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ട്രാൻസിഷൻ മെറ്റലും അതിൻ്റെ കോമ്പൗണ്ടുകളുമാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവർ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് സർഫസ് ഏരിയ പൊതുവേ കൂടുതലായിരിക്കും. മോറോവർ ദേ ക്യാൻ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് അവർക്ക് മാറാൻ പറ്റും. അപ്പോൾ അവർ റിയാക്റ്റൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറും. മോറോവർ അതിന് സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പം lot of interstitial spaces will be there, cavities will be there. അപ്പോൾ കേവിറ്റീസിൽ ആരെ ഒക്കുപ്പൈ ചെയ്യും? റിയാക്റ്റൻറ്റിനെ ആദ്യം അവൻ ഒക്കുപ്പൈ ചെയ്യും, എന്നിട്ട് അവരൊരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ആ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുമ്പം റിയാക്റ്റൻറ്റിന് എക്സ്ട്രാ എനർജി വിൽ ബി ഗെറ്റിംഗ് ഫ്രം ദി കാറ്റലിസ്റ്റ്. അപ്പോൾ കാറ്റലിസ്റ്റ് എക്സ്ട്രാ എനർജി കൊടുത്തിട്ടാണ് അവരൊരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്. അപ്പം ആ രണ്ട് റിയാക്റ്റൻറ്റ് തമ്മിലൊരു ഇൻട്രാക്ഷൻ വരുന്നു. ആ ഇൻട്രാക്ഷനെ ആര് ഫേവർ ചെയ്തു? കാറ്റലിസ്റ്റ് ഫേവർ ചെയ്തു. ഫൈനലി ആ ഇൻട്രാക്ഷൻ വഴി അവർ പുതിയ പ്രോഡക്റ്റായിട്ട് മാറും. അപ്പം തിരിച്ച് എനർജി റിലീസ് ചെയ്ത് കാറ്റലിസ്റ്റ് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് മാറും. എൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഡയഗ്രവും എക്സ്പ്ലനേഷനും ഒന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, പക്ഷേ കോൺസെപ്റ്റ് കറക്റ്റ് ആയിരിക്കണം. കാരണം നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ കോൺസെപ്റ്റ് കറക്റ്റ് ആയിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, കോൺസെപ്റ്റ് യു മസ്റ്റ് നോ. മെക്കാനിസം എന്താണ് കാറ്റലിസ്റ്റിൻ്റെ റോൾ, അത് നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് അടുത്ത് നിങ്ങൾ പഠിച്ചത് എൻസൈംസ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യും. എൻസൈംസിൻ്റെ കറ്റാലിറ്റിക് ആക്ഷൻ ഈസ് ഫാർ ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് നോർമൽ കാറ്റലിസ്റ്റ്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ലിവിങ് ഓർഗാനിസംസിലെ മെറ്റമോളിക് പ്രോസസ്സിൻ്റെ ഫലമായിട്ട് നമുക്ക് എൻസൈംസ് ഫോം ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരുപാട് എൻസൈംസുകൾ നിങ്ങൾ ബയോളജിയിലും പഠിച്ചിട്ടുണ്ട്. എൻസൈം കറ്റാലിറ്റിക് ആക്ഷൻ മെജോറിറ്റി എൻസൈമിൻ്റെ നെയിമും എൻസ് ചെയ്യുന്നത് ഏത് ലെറ്ററിലാണ്? ASE എന്നാണ് എൻഡ് ചെയ്യുന്നത്. ഇൻവെർട്ടേസ്, മാൾട്ടേസ്, സൈമീസ്, യൂറൈസ്. ഓക്കെ, അങ്ങനെ ഒരുപാട് എൻസൈംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാ റിയാക്ഷനിലും നമുക്ക് എല്ലാ എൻസൈംസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിൽ നമുക്കൊരു പെർട്ടിക്കുലർ കാറ്റലിസ്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഓരോ റിയാക്ഷനും ഓരോ കാറ്റലിസ്റ്റാണ്. അത് നമ്മളടുത്ത് പഠിക്കുന്നുണ്ട്, സെലക്ടിവിറ്റി ആൻഡ് ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. ഇപ്പോൾ എൻസൈം കറ്റാലിറ്റിക് ആക്ഷനിൽ യു മസ്റ്റ് നോ ദ എക്സാമ്പിൾസ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻവെർട്ടേസ്? ഇൻവെർട്ടേസ് കൺവേർട്ട് ഷുഗർ ഇൻറ്റു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. Cymers convert glucose and fructose into ethanol and carbon dioxide. Maltose can be converted into glucose, which is enzyme maltase. Urea decompose ചെയ്യും, കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് മാറും. യൂറൈസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, അങ്ങനെ എൻസൈംസിൻ്റെ എക്സാമ്പിൾസുകൾ ഐ തിങ്ക് ബയോളജി സ്റ്റുഡൻസ് ബയോളജിയിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ്. ആൾ ദി എക്സാമ്പിൾസ് യു മസ്റ്റ് നോ. Based on a particular reaction, they will be asking which is the enzyme acting in that process. Means you must know that enzyme. That is the way you have to by heart it all the enzymes in it. Okay. Then another important thing you have to note there in catalyst is selectivity, activity of catalyst. Activity and selectivity. Activity, that word itself it is clear. The catalyst will roll a particular role that catalyst is doing to getting a product. That is the activity, action of catalyst in the chemical reaction. സെലക്ടിവിറ്റി ഇൻ ദ സെൻസ് നമുക്കിപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു ഹൈഡ്രോ കാർബൺ ആണ് ഉള്ളത്, മീഥെയിൻ ഓർ ഈഥെയിൻ, എനി വൺ ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണിനെ എനിക്ക് മറ്റൊരു കോമ്പൗണ്ടാക്കി മാറ്റണം. ഏത് കോമ്പൗണ്ടാക്കി മാറ്റണം? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹൈഡ്രോ കാർബണിനെ എനിക്ക് ആൽക്കഹോൾ ആക്കാം, CH3OH ആക്കാം, ദെൻ HCHO ആൽഡിഹൈഡ് ആക്കാം, HCOH കാറ്റലിസ്റ്റ് HCOH ആക്കാം. ഇത് മൂന്നുമായിട്ട് കണ്ടു.
കൺവേർട്ട് ചെയ്യും. നിങ്ങൾ 11th പഠിച്ചു ഓക്സിഡേഷൻ ഓഫ് ഹൈഡ്രോകാർബൺ എന്നുള്ള ചാപ്റ്ററിൽ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. CH4 മെത്തനോൾ ആക്കണമെങ്കിൽ ഏതാ കാറ്റലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? കോപ്പറേറ്റ് 523 കെൽവിൻ കോപ്പർ പൗഡറാണ് ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. ഇവിടെ നമുക്ക് കോപ്പർ പൗഡർ യൂസ് ചെയ്യാൻ പറ്റൂല. ഇവിടെ നമ്മൾ മെറ്റൽ ഓക്സൈഡാണ് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്, MnO2 ഓർ Cr2O3. അപ്പോൾ അവൻ ആൽഡിഹൈഡ് ആയിട്ടാണ് മാറുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് സാൾട്ടോ കാർബോക്സിലിക് ആസിഡ് ആണ്, CH3CO2 Mn. മാംഗനീസ് അസറ്റേറ്റ്. ഇതേപോലെ നമുക്ക് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും എടുത്തു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ആക്കി ആൽക്കഹോൾ ആക്കാം, ആൽഡിഹൈഡ് ആക്കാം. അപ്പം ഒരു പെർട്ടിക്കുലർ റിയാക്ഷന് ഒരു പെർട്ടിക്കുലർ കാറ്റലിസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ സെലക്ടിവിറ്റി. ഇപ്പം നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണോ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം കാറ്റലിസ്റ്റിന്. ഇപ്പോൾ കാറ്റലിസ്റ്റിന് സെലക്ടിവിറ്റിയും ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് റിഗാർഡിങ് സെലക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. ദെൻ കാറ്റലിസ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തു കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ കാറ്റലിസ്റ്റിന് പൊതുവേ സർഫസ് ഏരിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കേവിറ്റീസിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഈ റിയാക്ടൻറ്റിനെ ഒക്കുപ്പൈ ചെയ്യും. അപ്പോൾ ആ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം റിയാക്ടൻറ്റ് മോളിക്യൂൾ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യിച്ചാണ് കംപ്ലീറ്റ് ആയിട്ടും റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ അതിനുള്ള കാറ്റലിസ്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്ന സിയോളൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇത് സോഡിയം അലൂമിനോ സിലിക്കേറ്റുകളെയാണ് നമ്മൾ സിയോളൈറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഹാർഡ് വാട്ടറിൻ്റെ റിമൂവൽ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നെസ്സിൽ നമ്മൾ പഠിച്ചു സിയോളൈറ്റ് മെത്തേഡ് ഓർ പെർമ്യൂട്ടൈറ്റ് മെത്തേഡ്. അലൂമിനോ സിലിക്കേറ്റുകളാണ് സിയോളൈറ്റ് എന്ന് പറയുന്നത് ഒരു ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആണ്. സിയോളൈറ്റ് ZMC നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 5 ഒരു ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എത്തനോളിന് എന്താക്കി മാറ്റാനാ? ഗസോലിൻ പെട്രോളിയം പ്രോഡക്റ്റായിട്ട് മാറ്റുന്നു. ആൽക്കഹോളുകളെ പെട്രോളിയം പ്രോഡക്റ്റാക്കി മാറ്റുന്നതാണ് സിയോളൈറ്റ്. ZMC 5 എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിയോളൈറ്റ്. കോമൺലി കോൾ സിയോളൈറ്റ് അലൂമിനോ സിലിക്കേറ്റുകൾ. അപ്പം ആക്ടിവിറ്റി, സെലക്ടിവിറ്റി ആൻഡ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. പിന്നെ ഈ കാറ്റലിസ്റ്റിൽ എൻസൈം കറ്റാലിറ്റിക് ആക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിറ്റിക് ആക്ഷൻ. ഓക്കെ, അതെല്ലാം തിയറിയിലാണ് എക്സ്പ്ലനേഷൻ നമ്മൾ കൂടുതൽ പഠിക്കുന്ന ലോക്ക് ആൻഡ് കീ മോഡൽ. ലോക്ക് ആൻഡ് കീ, നമുക്കൊരു കീ ഉണ്ടെങ്കിൽ അതൊരു പെർട്ടിക്കുലർ ലോക്ക് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ കീയുടെ നമുക്കറിയാം കീയിൽ ആ കട്ടിങ്സ് ഉണ്ട്. ആ കട്ടിങ് കറക്റ്റായിട്ട് ലോക്കിൽ വീഴണം എങ്കിലേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേ ഓപ്ഷൻ തന്നെയാണ് നമ്മളൊരു കാറ്റലിസ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും. കാറ്റലിസ്റ്റിനും കേവിറ്റീസ് ഉണ്ട്, റിയാക്ടൻറ്റ് സ്പീഷീസിനും കേവിറ്റീസ് ഉണ്ട്. ഈ രണ്ട് കേവിറ്റീസും കോയിൻസൈഡ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ദാറ്റ് പെർട്ടിക്കുലർ കാറ്റലിസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ റിയാക്ഷൻ. ഇതെല്ലാം തിയററ്റിക്കൽ പാർട്ടാണ്. യു ഹാവ് ടു സ്റ്റഡി വെൽ ഓർ ബൈ ഹാർട്ട് ദ കണ്ടന്റ് ആൾസോ. ബൈ ഹാർട്ട് ഇൻ ദ സെൻസ് മീൻസ് കാറ്റലിസ്റ്റ് നെയിംസ് എല്ലാം നമുക്ക് ബൈ ഹാർട്ട് ചെയ്തെങ്കിലേ പറ്റൂ. നോ അതർ ഓപ്ഷൻ ഈസ് ദിയർ. സിയോളൈറ്റ് അതിൻ്റെ നെയിമും എക്സാമ്പിൾസും ദെൻ എൻസൈം കറ്റാലിറ്റിക് ആക്ഷൻ്റെ എല്ലാം ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കണം. നോ അതർ ഓപ്ഷൻ ഈസ് ദിയർ. സെലക്ടിവിറ്റി കാറ്റലിസ്റ്റിൻ്റെ എല്ലാം ക്ലിയർ നോ? You have to note it the point or you already learned it through this one, I think, 12th standard. So next in the chapter we have to study regarding colloids. Colloid means the particle size is in between that of true solution and a suspension, between 1 nanometer and 1000 nanometer. Particles in the size 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലാണ് വരുന്നതെങ്കിൽ ആ സബ്സ്റ്റൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളോയിഡ്. ഓക്കെ, കൊളോയിഡിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് കൊളോയിഡിൻ്റെ ആദ്യത്തെ നമുക്ക് ക്ലാസിഫിക്കേഷൻ കൊളോയിഡാണ് പഠിക്കാനുള്ളത്. കൊളോയിഡിൽ ഇപ്പോൾ സൊല്യൂഷനിൽ പോലെ തന്നെ സോൾവെൻറ്റും സൊല്യൂട്ടും പോലെ നമുക്ക് രണ്ട് സബ്സ്റ്റൻസ് ചേർന്നാണ് കൊളോയിഡ് കിട്ടുന്നത്. ഡിസോൾവ് ചെയ്യുന്നവൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യൂല, അവൻ കുറച്ച് മാത്രം ഡിസോൾവ് ചെയ്യുന്നു, കുറച്ച് അൺഡിസോൾവ് ആയിട്ട് കിടക്കുന്നു. കൊളോയിഡ് നിങ്ങൾക്കറിയാം, കോമൺ എക്സാമ്പിൾ നമുക്ക് സ്റ്റാർച്ച് സൊല്യൂഷൻ. ആ സ്റ്റാർച്ച് സൊല്യൂഷൻ കണ്ടാൽ നമുക്കറിയാം ഇറ്റ്സ് നോട്ട് എ ക്ലിയർ സൊല്യൂഷൻ, എന്തോ അതിനകത്ത് കുറച്ച് ടർബിഡിറ്റി ഉണ്ട്. സച്ച് സൊല്യൂഷൻസ് ആണ് കൊളോയിഡ്. ബ്ലഡ് ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ്. സ്റ്റാർച്ച്, എഗ് ആൽബമിൻ, ജെലാറ്റിൻ ഇതെല്ലാം എന്താണ് കൊളോയിഡൽ സൊല്യൂഷനാണ്. അപ്പോൾ കൊളോയിഡിൽ ആരാണോ ഡിസോൾവ് ചെയ്യുന്നത്, പാർഷ്യലായിട്ട് ഡിസോൾവ് ചെയ്യുന്നത്, അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഡിസ്പോസ്ഡ് ഫേസ് കൊളോയിഡ്സ്.
disposed phase and dispersion medium. തിരിഞ്ഞു പോയത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരുന്നത്. ഡിസ്പോസ്ഡ് ഫേസ് എന്ന് പറയുന്നത് സൊല്യൂട്ട്, ഡിസ്പോഷൻ മീഡിയം എന്ന് പറയുന്നത് സോൾവെന്റ്. ഡിസ്പോസ്ഡ് ഫേസ് വിൽ ബി ഡിസ്പോസ്ഡ് ഇൻ ദ മീഡിയം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ് അതിനകത്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേറ്റ്. ഡിസ്പോസ്ഡ് ഫേസിൻ്റെയും ഡിസ്പോസ്ഡ് ഫേസ് DPയും DMഉം, ഡിസ്പോഷൻ മീഡിയവും ഡിസ്പോസ്ഡ് ഫേസ്. ഇപ്പം ഡിസ്പോസ്ഡ് മീഡിയം നമുക്ക് സോളിഡ് എടുക്കാം, ഡിസ്പോസ്ഡ് ഫേസ് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. ഇങ്ങനൊരു ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് എക്സാമ്പിൾ നെയിം ഓഫ് കൊളോയിഡ്, അങ്ങനെ വരുമ്പം ആ കൊളോയിഡിൻ്റെ പേര്. എക്സാമ്പിൾസ് ഈ ടേബിൾ കോളം ബൈ ഹാർട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസിന് അവർ എക്സാമ്പിളിന് ബേസ് ചെയ്തുകൊണ്ട് ഡിസ്പോസ്ഡ് ഫേസ് ഡിസ്പോഷൻ മീഡിയം ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഏത് ടൈപ്പ് കൊളോയിഡ് ആണെന്നും ചോദിക്കും. ഓക്കെ, ഇപ്പോൾ ഈ കോളം കംപ്ലീറ്റ് ചെയ്യണം. നെയിമോ കൊളോയിഡ്, നെയിമോ കൊളോയിഡ് നിങ്ങൾ പഠിച്ചു എയറസോൾ. ഓക്കെ, എയറസോൾ എന്ന് പറയുന്നത് ഗ്യാസ് മീഡിയം വരുമ്പോഴാണ് എയറസോൾ. ഫോഗ്, മൂസ്റ്റ് ഇത് വരുമ്പോൾ രണ്ടും ഡിസ്പോസ്ഡ് ഫേസും ഡിസ്പോഷൻ മീഡിയം ലിക്വിഡ് ആണെങ്കിൽ അതിന് എന്തെന്ന് വിളിക്കും? എമൽഷൻസ്, എമൽഷൻ രണ്ടും. പിന്നെ സോൾ എന്ന് പറയുന്നത് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ലിക്വിഡിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സോളെന്നും അല്ലെങ്കിൽ നോർമലി കൊളോയിഡ് എന്നും പറയാറുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് നമുക്ക് കൊളോയിഡ് കിട്ടുമ്പോഴാണ് ഇതിനെ സോൾ അല്ലെങ്കിൽ കോമൺലി വി ആർ കോളിറ്റ് കൊളോയിഡ് എന്ന് പറയുന്നത്. ഗ്യാസ് മീഡിയം ആകുമ്പോൾ എയറസോൾ, രണ്ടും ലിക്വിഡ് ആണെങ്കിൽ എമൽഷൻ. ഇനി ഈ ഡിസ്പോഷൻ മീഡിയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാറുണ്ട് മീഡിയം വാട്ടർ ആണെങ്കിൽ, മീഡിയം വാട്ടർ ആണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ഹൈഡ്രസോൾ എന്ന് വിളിക്കും. ആൽക്കഹോൾ ആണ് മീഡിയമെങ്കിൽ ആൽക്കസോൾ, ബെൻസീൻ ആണ് മീഡിയമെങ്കിൽ ബെൻസസോൾ. അങ്ങനെ ഡിസ്പോഷൻ മീഡിയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ടേബിൾ കോളം നിങ്ങളെ ടെസ്റ്റിലും കൊടുത്തിട്ടുള്ളതാണ്. എല്ലാവരും കറക്റ്റായിട്ട് വിത്ത് എക്സാമ്പിൾ ആൻഡ് ടൈപ്പ് ഓഫ് കൊളോയിഡ് യു മസ്റ്റ് നോ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ബേസ്ഡ് ഓൺ ഫേസ്, സ്റ്റേറ്റ്, ഡിസ്പോസ്ഡ് ഫേസ് ആൻഡ് ഡിസ്പോഷൻ മീഡിയം. Colloids ഫസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഫേസ് നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് ഓൺ ദി ബേസിസ് ഓഫ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ. ഇൻട്രാക്ഷൻ്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ലയോഫിലിക് ആൻഡ് ലയോഫോബിക്. Lyophilic colloids, lyophobic colloids. Okay, on the basis of interaction between particle, lyophilic and lyophobic. What is lyophilic? More interaction between disposed phase and dispersion medium. ഇവിടെ ലെസ് ഇൻട്രാക്ഷൻ ആണ്. ആരാണ് കൂടുതൽ സ്റ്റേബിൾ? ലയോഫിലിക്. ലയോഫിലിക് സ്റ്റേബിൾ ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, എന്നാൽ ലയോഫോബിക് സ്റ്റേബിൾ ആയിട്ട് ഫോം ചെയ്യില്ല. കാരണം ഇൻട്രാക്ഷൻ വീക്ക് ആണ്, സ്റ്റെബിലിറ്റി കുറവാണ്. സോ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ആണ്, ഇത് റിവേഴ്സിബിൾ ആണ്. ലയോഫിലിക്കിനെ അപ്പോൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല, അവൻ ഓൾറെഡി സ്റ്റേബിൾ ആണ്. പക്ഷേ എവനെയാകുമ്പോൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം, അവൻ അൺസ്റ്റേബിൾ ആണ്. ക്ലിയർ? എക്സാമ്പിൾ ലയോഫിലിക്കിന് ഏതൊക്കെ എക്സാമ്പിൾ പഠിച്ചുള്ള? ലയോഫിലിക്ക് സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻ, ജെലാറ്റിൻ, ഗം, ഇതെല്ലാം ലയോഫിലിക്. ലയോഫോബിക്കിൽ ഏതാ വരുന്ന? സൾഫറും മെറ്റൽ സോളും. സൾഫർ സോളും മെറ്റൽ സോളും ലയോഫോബിക്. എക്സാമ്പിൾ താഴെ നിങ്ങൾ നോട്ട് ചെയ്തോണതെല്ലാം, എല്ലാ പോയിന്റ്സും ഈസി ആയിട്ട് നോട്ട് ചെയ്തെടുക്കാം. നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചു എല്ലാം ക്ലിയർ ആയിട്ട്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ. ദെൻ നെക്സ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ഓൺ ദി ബേസ് ഓഫ് സൈസ് ഓഫ് പാർട്ടിക്കിൾ. സൈസ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബേസിൽ നമ്മൾ അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? മൈക്രോ മോളിക്കുലാർ കൊളോയിഡ്, മൾട്ടി മോളിക്കുലാർ കൊളോയിഡ് ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്. മൈക്രോ ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് ക്ലിയർ, ലാർജ് സൈസ് ആണ്. നോർമലി the colloidal particles are in the range of colloidal medium, that is micro, large size. At normally disposed phase in the particle size is 1 nanometer to 1000 nanometer range തന്നെ വരുന്നത് കൊണ്ടാണ് അത് മൈക്രോ മോളിക്കുലാർ കൊളോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച സ്റ്റാർച്ചിൻ്റെ സോള്, എഗ് ആൽബുമിൻ, ഇതെല്ലാം മൈക്രോ മോളിക്കുലാർ കൊളോയിഡിൽ തന്നെ വരും. നെക്സ്റ്റ് വൺ ഈസ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്. ആ വേർഡിൽ തന്നെ അറിയാം, മൾട്ടിപ്പിൾസ് ചേർന്നേ കൊളോയിഡൽ റേഞ്ച് ആവുന്നുള്ളൂ. അപ്പോൾ നോർമലി അവർ വളരെ ചെറിയ സ്മോൾ സൈസാണ്, പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ജോയിൻ ചെയ്ത് കൊളോയിഡൽ റേഞ്ചിൽ എക്സിസ്റ്റ് ചെയ്യും. അതാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്.
സൾഫറിൻ്റെ സോള്, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോള്, മെറ്റലിൻ്റെ സോളുകളെല്ലാം മൾട്ടി മോളിക്കുലാർ കൊളോയിഡാണ്. അവ 2-3 പാർട്ടിക്കിൾ ജോയിൻ ചെയ്തിട്ടാണ് ഏത് റേഞ്ചിൽ വരുന്ന കൊളോയിഡൽ റേഞ്ചിൽ വരുന്നത്. ഇതിനാണെങ്കിലോ നോർമലി കൊളോയിഡൽ റേഞ്ചിൽ തന്നെയാണ്. ദെൻ അസോസിയേറ്റഡ് കൊളോയിഡ്, അസോസിയേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരുപാട് പാർട്ടിക്കിൾ ചേർന്നിട്ടാണ് അസോസിയേറ്റഡ് കൊളോയിഡ് ഉണ്ടാവുന്നത്. അസോസിയേറ്റഡ് കൊളോയിഡിന് എക്സാമ്പിളാണ് ഇറ്റ് ഈസ് എക്സാമ്പിൾ മിസെല്ലി ഫോർമേഷൻ ഇൻ ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. പഠിച്ചിട്ടുണ്ട്, ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. സോപ്പിൻ്റെ ക്ലെൻസിങ് ആക്ഷൻ, സോപ്പ് എന്ന് പറയുന്നത് വാട്ട് ആർ സോപ്സ്? സോഡിയം ഓർ പൊട്ടാഷ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്. സോഡിയം ഓർ പൊട്ടാഷ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് സോപ്പ്. സോപ്പിൻ്റെ ഓരോ മോളിക്കൂൾ എടുത്താലും അതിന് 2 പാർട്ടുണ്ട്, ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക്കും. ഒരു എൻഡ് പോളാറാണ് സോപ്പിൻ്റെ, അത് 2 ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ, അതാണ് ഹൈഡ്രോഫോബിക്. സോപ്പ് മോളിക്കൂളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോപ്പ് ഈ രീതിയിലാണ് നമ്മൾ സോപ്പിൻ്റെ മോളിക്കൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് പോളാർ എൻഡ് CON, ഇത് നോൺ പോളാർ എൻഡ്, ദിസ് ഈസ് ഹൈഡ്രോഫോബിക്, നോ ഇൻട്രാക്ഷൻ വിത്ത് വാട്ടർ, ദിസ് ഈസ് ഹൈഡ്രോഫിലിക്. അപ്പം നമ്മൾ ഡേർട്ട്, ഇപ്പോൾ ഒരു ക്ലോത്ത് പീസിൽ ഡേർട്ടോ ഓയിലോ ഉണ്ടെങ്കിൽ നമ്മൾ സോപ്പ് അപ്ലൈ ചെയ്യുമ്പം സോപ്പിൻ്റെ മോളിക്കൂൾ എല്ലാം കൂടെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് വരും. ഇതിൻ്റെ ഹൈഡ്രോഫോബിക് പാർട്ടീസ് ഇൻട്രാക്റ്റഡ് വിത്ത് dirt or oil and the polar end will be projected towards water. This is known as this is miscellany, associated colloid. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടറിൽ നമ്മൾ നല്ലോണം അജിറ്റേറ്റ് ചെയ്യുമ്പം വാട്ടറിനും ഈ പോളാർ എൻഡുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടുതലാണ്. അപ്പോൾ ആ സൈഡിലേക്കായിരിക്കും മൂവ്മെൻറ്റ് നടക്കുന്ന കൂടുതലായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഡേർട്ട് ഓർ ഓയിൽ ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്ത് പോകും. മിസെല്ലി ഫോർമേഷൻ. ഇനി മിസെല്ലി ഫോർമേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് മിസെല്ലി ഫോർമേഷൻ നടക്കുന്നത്. ആ ടെമ്പറേച്ചറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. മിസെല്ലി ഫോർമേഷനിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ടേമാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ എബവ് വിച്ച് മിസെല്ലി ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ഇപ്പോൾ സോപ്പിൻ്റെ ക്ലൻസിങ് ആക്ഷനിൽ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ തന്നെയാണ്. നമ്മൾ കൂളിങ്ങിലും ഹൈ ടെമ്പറേച്ചറിലും അല്ല നമ്മൾ ക്ലൻസിങ് ആക്ഷൻ നടക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ തന്നെയാണ്. ഇപ്പോൾ വെള്ളം നമുക്ക് തണുപ്പിക്കുകയും വേണ്ട ചൂടാക്കുകയും വേണ്ട, ക്ലൻസിങ് ആക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ റൂം ടെമ്പറേച്ചർ മതി. മാത്രമല്ല ഈ സോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്ന ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അവനൊരു നല്ല ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ മാത്രമേ അവൻ ക്ലൻസിങ് ആക്ഷൻ നടത്തൂ. ആരാണ്? സോപ്പ്. ദ കോൺസെൻട്രേഷൻ എബോവ് വിച്ച് ദ ക്ലൻസിങ് ആക്ഷൻ ടേക്സ് പ്ലേസ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ മിസെല്ലി കോൺസെൻട്രേഷൻ, CMC. 10⁻³ to 10⁻⁴, 10⁻⁴ to 10⁻³ റേഞ്ച് ആണ് സോപ്പിൻ്റെ CMC, ക്രിട്ടിക്കൽ മിസെല്ലി കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എബോവ് വിച്ച് ക്ലൻസിങ് ആക്ഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ മിസെല്ലി കോൺസെൻട്രേഷൻ. അപ്പോൾ മിസെല്ലി എന്താണെന്ന് അറിയുക. ദേ ആർ വൺ അസോസിയേറ്റഡ് കൊളോയിഡ്. ദെൻ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ CMC. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൈസ്. ഇപ്പോൾ കൊളോയിഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കൊളോയിഡിനെ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡിൻ്റെ പ്രിപ്പറേഷന് കെമിക്കൽ മെത്തേഡ്സും ഉണ്ട്, ഫിസിക്കൽ മെത്തേഡ്സും ഉണ്ട്. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഓക്സിഡേഷൻ, oxidation ഒരു എക്സാമ്പിൾ ആണ്. സൾഫർ സോൾ ഈസ് obtained by the reaction of sulfur dioxide gas. When you are passing through hydrogen sulfide solution, we will be getting sulfur soul. It is an oxidation reaction. Sulfur in this one is a soul, sulfur soul നമുക്ക് കിട്ടും. Then next one is reduction. റിഡക്ഷൻ വഴി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സോൾ മെജോറിറ്റിയും മെറ്റൽ സോൾസ് ആണ്. റിഡക്ഷൻ മെറ്റൽ സോൾസ്. ഫോർ എക്സാമ്പിൾ ഗോൾഡിൻ്റെ സോൾ, ഗോൾഡ് ക്ലോറൈഡ് dissolve in formaldehyde solution, we will be getting the soul of gold plus HCOH plus HCl, gold in the soul. ബാലൻസ് ചെയ്ത് എഴുതണം ഇക്വേഷൻ.
gold into salt. This is a process is called reduction. The gold is in +3 oxide state, it changes to 0 oxide state reduction. 2, 2, 3 sulfur salt. And then next one is hydrolysis. Hydrolysis in നമ്മൾ example ആയിട്ട് പഠിച്ചത് ferric chloride dissolved in water. We will be getting FeOH thrice Solan plus HCl. Ferric hydroxide salt. Then next process is double displacement, double decomposition or double displacement. Double decomposition example, arsenic oxide As2O3 plus H2O gives H2S, As2S3 plus H2O. This also is salt. Two compounds are interchanging their ions, double decomposition. Arsenic sulfide salt we are getting. These are some common preparation of one salt. Chemical method ആണ് ഞാൻ എഴുതിയത്. Chemical method of preparation example ആണ്. മെറ്റലിന് AUവിന് പകരം നമുക്ക് സിൽവർ, പ്ലാറ്റിനം, കൊബാൾട്ട് ഒക്കെ മെറ്റലുകൾ നമുക്ക് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം സോൾ. Then next method we have to study one physical method. Physical methodil നമ്മൾ പഠിച്ച മെത്തേഡ് ഏതാണ്? നിങ്ങൾ പഠിച്ച മെത്തേഡ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. They involve dispersion and condensation. കണ്ടൻസേഷനും ഡിസ്പോഷനും വഴിയാണ് നമുക്ക് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് വഴി സോൾ പ്രിപ്പയർ ചെയ്തത്. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൽ എങ്ങനെയുള്ള സോളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ മെയിൻലി മെറ്റൽ സോൾ. മെറ്റൽ സോൾ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. നോർമലി നോബിൾ മെറ്റൽസ്, പ്ലാറ്റിനം, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്, ഇതിൻ്റെ സോള് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു കൺവീനിയൻറ്റ് മെത്തേഡാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. സോ ഇൻ ദാറ്റ് മെത്തേഡ്, ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൽ നമ്മൾ ഏത് മെറ്റലിൻ്റെ സോളാണോ പ്രിപ്പയർ ചെയ്യേണ്ടുന്നത് ആ മെറ്റലിനെയാണ് നമ്മളിവിടെ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്, ആർക്ക് മെത്തേഡ്. Which metal salt we want to prepare, that metal we have to use as electrode in this process. എന്നിട്ട് ആ ഇലക്ട്രോഡിനെ നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്പോഷൻ മീഡിയത്തിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഹൈ വോൾട്ടേജ് കൊടുക്കും. ആഫ്റ്റർ ദാറ്റ് വി ആർ കോണ്ടാക്ടിങ് ദ ഇലക്ട്രോഡ്സ്. നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പം ദാറ്റ് പൊസിഷനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മെറ്റൽ കണ്ടൻസ് ചെയ്തിട്ട് മീഡിയത്തിൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് സോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് Bredik's arc method. Platinum, gold, silver, solar prepared by this method. Bredik's arc method. Clear? And then next method we have to study is peptization. What is peptization? It is the process of conversion of a precipitate into colloid. ഒരു precipitate-നെ നമ്മൾ colloid ആക്കി മാറ്റുന്നതാണ് peptization. Precipitate-നെ colloid ആക്കാൻ ഒന്നുകിൽ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. ബോയിലിംഗ് ഉണ്ട്, ദെൻ സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് നമുക്ക് കൊളോയിഡാക്കി മാറ്റാം. പെപ്റ്റൈസേഷൻ. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ, ഒരു പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈസേഷൻ ഏജൻറ്റ്, പെപ്റ്റൈസിങ് ഏജൻറ്റ്. കോമൺലി നമ്മൾ ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് ബോയിൽ ചെയ്യിച്ചും കൺവേർട്ട് ചെയ്യാൻ പറ്റും, കൊളോയിഡാക്കി മാറ്റാൻ പറ്റും. ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്. ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ നമ്മൾ കൊളോയിഡിനെ ക്ലാസിഫൈ ചെയ്തു, കൊളോയിഡിനെ പ്രിപ്പയർ ചെയ്തു, ഇനി നമുക്ക് കൊളോയിഡിനെ പ്യൂരിഫൈ ചെയ്യണം. ഏതൊക്കെ മെത്തേഡാണ് പഠിച്ചത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് യു ആർ യൂസിങ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്? യെസ്, ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ. ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ പ്യൂരിഫൈ ചെയ്യേണ്ട കൊളോയിഡിനെ എവിടെ എടുക്കണം? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനുള്ള കണ്ടെയ്നറിനകത്ത് എടുക്കണം. സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊളോയിഡിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ പാസ് ചെയ്യിക്കും. കൊളോയിഡൽ പാർട്ടിക്കിൾസ് അവിടെ തന്നെ സെപ്പറേറ്റ് ചെയ്യും. ഇപ്പം നോർമലി ഡയാലിസിസ് സ്ലോ ആണ്. അതിൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നു? ഇലക്ട്രോ ഡയാലിസിസ് കണ്ടക്ട് ചെയ്യും. ഇലക്ട്രോഡുകൾ ഫിക്സ് ചെയ്ത് സ്പീഡപ്പ് ചെയ്യുന്നു. ഇലക്ട്രോ ഡയാലിസിസ് രണ്ടും ആ ടെക്നിക്കിലുള്ള ഡിഫറൻസേ ഉള്ളൂ. നോർമൽ ഡയാലിസിസും ഇലക്ട്രോ ഡയാലിസിസ്. ഇലക്ട്രോ ഡയാലിസിസ് ആകുമ്പോൾ പെട്ടെന്ന് നടക്കുന്നു, ഹൈ സ്പീഡിൽ നമ്മൾ ഡയാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഇംപ്യൂർ കൊളോയിഡിനെ ഒരു പാർച്ച്മെൻറ്റ് മെംബ്രെയിൻ ഓർ സെല്ലോഫെയിൻ മെംബ്രെയിനിൽ, സെമി പെർമിയബിൾ മെംബ്രെയിനിലുള്ള കണ്ടെയ്നകത്ത് എടുക്കുന്നു. എന്നിട്ട് അതിനെ ഒരു സ്യൂട്ടബിൾ സോൾവെൻ്റ്, അതായത് വാട്ടറിനകത്താണ് നമ്മൾ ഇമോസ് ചെയ്ത് വെക്കുന്നത്. സോ ഇമ്പ്യൂരിറ്റീസ് വിൽ പാസ് ഇൻ ടു സോൾവെൻ്റ് മീഡിയം, കൊളോയിഡൽ പാർട്ടിക്കിൾ വിൽ സെപ്പറേറ്റ് ദെയർ.
Then the third method we studied there is ultrafiltration. Ultrafiltration എന്ന് വെച്ചാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അൾട്രാ ഫിൽറ്റർ പേപ്പർ. സാധാരണ ഫിൽറ്റർ പേപ്പറിലൂടെ നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അങ്ങ് പാസ് ചെയ്ത് പോകും, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല, പ്യൂരിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മളവിടെ അൾട്രാ ഫിൽറ്റർ പേപ്പർ ഉപയോഗിക്കും. എന്താണ് അൾട്രാ ഫിൽറ്റർ പേപ്പർ? സാധാരണ ഫിൽറ്റർ പേപ്പറിനെ 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ്, 4% solution of nitrocellulose in alcohol and either medium. സാധാ ഫിൽറ്റർ പേപ്പർ എടുത്ത് നമ്മൾ ഈ സൊല്യൂഷനകത്ത് മിക്സ് ചെയ്യും. ഈ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളോയിഡോൺ. കൊളോയിഡിയോൺ സൊല്യൂഷനകത്ത് എന്താണ് സൊല്യൂഷൻ? 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ ആൽക്കഹോൾ ആൻഡ് ഈതർ, ആൻഡ് ഇറ്റ് ഈസ് സ്ട്രെങ്തൻഡ് ബൈ ഡിപ്പിംഗ് ഇൻ ഫോമാൽഡിഹൈഡ് സൊല്യൂഷൻ. ഇതിനകത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ഫിൽറ്റർ പേപ്പറിനെ കുറച്ചും കൂടെ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടി എവിടെ ഡിപ്പ് ചെയ്യും? ഫോമാൽഡിഹൈഡ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നതാണ് അൾട്രാ ഫിൽറ്റർ പേപ്പർ. ആ ഫിൽറ്റർ പേപ്പറിലൂടെ നമുക്ക് ആരെ പ്യൂരിഫൈ ചെയ്തെടുക്കാം? കൊളോയിഡ് പാർട്ടിക്കിൾസ് അതിനകത്തൂടെ പോവില്ല, ബാക്കി പാർട്ടിക്കിൾസ് പോകും. ഓക്കെ, അൾട്രാ ഫിൽട്രേഷനിൽ കൊളോയിഡോൺ സൊല്യൂഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ ആൽക്കഹോൾ ആൻഡ് ഈതർ മീഡിയം, and it is strengthened by using which solution? Formaldehyde solution. Okay, now next we have to study. അപ്പോൾ നമ്മൾ പ്യൂരിഫൈ ചെയ്തു, പ്രിപ്പയർ ചെയ്തു, പ്യൂരിഫൈ ചെയ്തു. ഇനി നമുക്ക് പഠിക്കണം കൊളോയിഡിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളതെന്ന്. കൊളോയിഡിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നിങ്ങൾ ഓൾറെഡി പഠിച്ചു സൊല്യൂഷനകത്ത്. You know what is colligative property? Property that depends only on number of particles of solute, not on its nature. That is colligative property. You know the different types of colligative property. Okay, which are the colligative property? Lowering of vapor pressure, elevation of boiling point, depression of freezing point and osmotic pressure. നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് സൊല്യൂഷൻ ചാപ്റ്ററിൽ എൻ്റെ ഫോർമുലയും കാൽക്കുലേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. സെയിം വി ക്യാൻ യൂസ് ഇൻ ദി കേസ് ഓഫ് കൊളോയിഡ്സ് ആൾസോ. ഇപ്പോൾ കൊളോയിഡിനാകുമ്പോൾ കുറച്ച് പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ്, അപ്പോൾ നമുക്ക് സൊല്യൂഷനിൽ കിട്ടുന്ന പോലെ ആക്യുറസി കിട്ടത്തില്ല. പക്ഷേ കൊളോയിഡൽ സൊല്യൂഷനും എന്ത് കാണിക്കും? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി. എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് അടുത്ത് പഠിച്ചാൽ എപ്പോഴും പറയൂ? കൊളോയിഡിന് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ ടിൻഡൽ എഫക്റ്റ്. What is Tyndall effect? Scattering of colloidal, scattering of light through colloidal particles. Okay, ഇപ്പോൾ റിഫ്ലക്ടർ റൈറ്റ് ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഡിവിയേറ്റ് ചെയ്ത് പോകുന്ന ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡൽ കോൺ. ഇപ്പോൾ ടിൻഡൽ എഫക്റ്റ് നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ വേണം. എന്താ രണ്ട് കണ്ടീഷൻ? ഒന്ന് പാർട്ടിക്കിൾ സൈസും പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ട് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് ടിൻഡൽ എഫക്റ്റ് കറക്റ്റായിട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. ടിൻഡൽ എഫക്റ്റും ടിൻഡൽ കോണും. സ്കാറ്ററിങ് ഫസ്റ്റ് അബ്സോർവ് ചെയ്തത് ഫാരഡേ ആണ് ഫസ്റ്റ് അബ്സോർവ് ചെയ്തത്. പക്ഷേ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയത് ടിൻഡലാണ്. ടിൻഡൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ടിൻഡൽ എഫക്റ്റ്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ത്രൂ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അതിൻ്റെ കണ്ടീഷൻസും പഠിക്കണം. ടിൻഡൽ കോൺ എല്ലാം കറക്റ്റായിട്ട് അറിയണം. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ടിൻഡൽ എഫക്റ്റ്. Next one is Brownian movement. What is Brownian movement? It is a zigzag movement of colloidal particles in the medium is called. Colloidal particles in the movement നമ്മൾ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മൂവ്മെൻറ്റ് ഡയറക്ഷനിലാണ്. ആ മൂവ്മെൻറ്റ് പറയുന്ന പേരാണ് സിഗ്സാഗ്. ദാറ്റ് ഈസ് അബ്സോർവ് ബൈ Brownian movement. Then electrophoresis. Migration of colloidal particle towards the electrode under the influence of an electric field. Colloidal particles migrate towards the electrode. That property is called electrophoresis. Then color. Colloidal particle is showing color also. Color is due to based on the wavelength of light that is scattered. ഇപ്പോൾ ഗോൾഡ് സോൾ ബ്ലൂ കളറിൽ അപ്പിയർ ചെയ്യും, പക്ഷേ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് ലൈറ്റിൻ്റെ റിഫ്ലക്റ്റർ വേരിയേഷൻ മാറുന്നതനുസരിച്ച് കളറിനും വേരിയേഷൻ തരാം. അതേപോലെ തന്നെ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റർ റേയും ബേസ് ചെയ്തും കളറിന് ചേഞ്ച് വരാം. കൊളോയിഡൽ സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് പ്രോപ്പർട്ടീസ് ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം നല്ല ഡീറ്റെയിൽസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളർ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടി ചാർജ് ഓഫ് കൊളോയിഡിൻ്റെ ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന മെയിനായിട്ടും രണ്ട് ഓപ്ഷനാണ്. ചാർജ് ഓഫ് കൊളോയിഡ് ഈസ് ഡ്യൂ ടു ക്യാപ്ചർ ഓഫ് ഇലക്ട്രോൺ. ഇപ്പോൾ ഇലക്ട്രിക് ആർക്ക് മെത്തേഡിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺ റിലീസ് ചെയ്യും, എജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്ത് ഡെവലപ്പ് ചെയ്യും? ചാർജ് ഡെവലപ്പ് ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷൻ ഡ്യൂ ടു പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ. ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് ചാർജിനുള്ളത്. ചാർജ് ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺ ഇലക്ട്രോൺ ക്യാപ്ചറും
preferential adsorption. The most common one is one preferential adsorption. Preferential adsorption. Preferential adsorption. Preferential adsorption. അപ്പോൾ ഞാൻ Ki solution is added to AgNO3 solution. ഞാനൊരു ബീക്കറിൽ AgNO3 സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് ആരെ ആഡ് ചെയ്യുന്നു? Ki. അപ്പോൾ ഇവിടുത്തെ മീഡിയം ആരാണ്? മീഡിയം AgNO3. കൊളോയിഡ് ആരാണ് ഇവിടുത്തെ കൊളോയിഡ് ഫോം ചെയ്യുന്നത്? കൊളോയിഡ് ഈസ് Agi. Which solution we added? Ki solution. മീഡിയത്തിലും കൊളോയിഡിലും ആരാണോ കോമൺ ആയിട്ടുള്ള അയോൺ, ആ അയോണിനെ കൊളോയിഡ് അഡ്സോർബ് ചെയ്യും. അപ്പം ദിസ് Agi will absorb which ion? Ag plus ion. That is the way we are getting a positive colloid. This is preferential adsorption. കോമൺ അയോണിനെയാണ് കൊളോയിഡ് അഡ്സോർബ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് തിരിച്ചും ചെയ്യാം ഈ പ്രോസസ്സ്. ഞാൻ ഒരു ബീക്കറിൽ ഫസ്റ്റ് ഈ കളക്ടൻ Ki solution. This is Ki. To that solution I am adding AgNO3. അപ്പം ഞാൻ എടുത്ത മീഡിയം ആരാണ്? ഇവിടുത്തെ മീഡിയം Ki. What is the colloid formed? Agi. What is the common ion in the medium and colloid? I minus. So Agi colloid will attract which ion? I minus ion. That way I am getting a negative colloid. So based on the medium, that preferential adsorption will take place and we will be getting either positive or negative colloid. Preferential adsorption. Ferric hydroxide, FeOH thrice. Ferric hydroxide, sorry, ferric chloride, FeCl3 is added to water or added to NaOH. വാട്ടറിലാകുമ്പോൾ ഇവിടെ H പ്ലസും Fe3 പ്ലസും ആണ്. ആരാണ് മോർ ഇലക്ട്രോഡ്? Fe3 പ്ലസും ഇവിടെ Fe പ്ലസ് അയോണ് H പ്ലസ് അയോണ്. അപ്പോൾ H പ്ലസ് അയോണാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പോൾ അവിടെ എന്ത് കൊളോയിഡ് ആകിട്ടുന്ന? പോസിറ്റീവ് കൊളോയിഡ്. NaOH ആകുമ്പോൾ OH മൈനസ്, നെഗറ്റീവ് കൊളോയിഡ്. ഫെറിക് ക്ലോറൈഡ് ഈസ് ആഡഡ് ടു വാട്ടർ, positive colloid. Ferric chloride is added to highly concentrated, highly electropositive metal hydroxide alkali, negative colloid. Preferential adsorption. അപ്പോൾ ഇങ്ങനെ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ നടന്നപ്പോൾ നോക്കിയേ, മീഡിയത്തിൽ നിന്ന് കോമൺ ആയിട്ടുള്ള അയോണിനെ അവൻ അഡ്സോർബ് ചെയ്തു. അപ്പോൾ ഇത് ഫിക്സഡ് ലെയർ ആയിട്ട് അവൻ നിൽക്കും. ഇനി ഈ പ്ലസ് അയോൺ ഇതിൻ്റെ ബാക്കി കൗണ്ടർ അയോൺ കൂടെ കിടപ്പുണ്ട്. Ag പ്ലസ് വന്നു കഴിഞ്ഞാൽ പിന്നെ മീഡിയത്തിലുള്ള NO3 മൈനസ് അയോൺ ഉണ്ട്. അപ്പോൾ ബാക്കി നെഗറ്റീവ് അയോണുകൾ ഇവിടെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് നിൽക്കും. പക്ഷേ ഈ ഇൻട്രാക്ഷൻ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഈ ഇൻട്രാക്ഷൻ ഫിക്സഡ് ആണ്, ഈ ഇൻട്രാക്ഷൻ ഡിഫ്യൂസ്ഡ് ആയിരിക്കും. ഈ ലെയറിനെ നമ്മൾ വിളിക്കും ഫിക്സഡ് ലെയർ എന്നും ഈ ലെയറിനെ നമ്മൾ വിളിക്കും ഡിഫ്യൂസ്ഡ് ലെയർ എന്നും. ഈ രണ്ട് ലെയറിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെൽമോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഹെൽമോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. And there arises a potential difference between this fixed layer and the diffused layer. That potential difference is called electrokinetic potential or zeta potential. What is zeta potential? It is the potential difference between fixed layer and the diffused layer in colloid, charged colloid. That is known as one zeta potential. ഇവിടെ രണ്ട് ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് ഫിക്സഡ് ലെയർ ആണ്, ഫിക്സഡ് ആയിട്ട് അവൻ നിൽക്കും. ഇനി ബാക്കിയുള്ള അയോണുകൾ ഇവിടെ ഇൻട്രാക്ട് ചെയ്ത് പോകും, കൗണ്ടർ അയോൺ. അത് ഡിഫ്യൂസ്ഡ് ലെയർ ആണ്. ഫിക്സഡ് ലെയറും ഡിഫ്യൂസ്ഡ് ലെയറും ആ രണ്ട് ലെയറിനെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഹെൽമോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. Helmholtz electrical double layer, and the potential difference between these two layers is called zeta potential or electrokinetic potential. Clear now? Charge on colloidal particles, it is very important. Then next property we have to study there is, അടുത്ത പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുള്ളത് കൊളോയിഡിൻ്റെ കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ ഓർ ഫ്ലോക്കുലേഷൻ, FLOCC. എന്താണ് കൊയാഗുലേഷൻ? ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്നതിന്.
കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കാൻ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡുകൾ യൂസ് ചെയ്യാം. ബോയിലിംഗ്, ആഡിങ് ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഫോറസിസ് നമുക്ക് നടത്താം. ഓക്കെ, മറ്റൊരു കൊളോയിഡ് ആഡ് ചെയ്ത് അങ്ങനെ പല മെത്തേഡുകളുണ്ട്. ബോയിലിംഗ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ആഡ്, സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നതാണ് ബെസ്റ്റ് മെത്തേഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ. കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കുന്നു ബേസ്ഡ് ഓൺ ദ കൊളോയിഡ് ടു precipitate. Most commonly we are using an electrolyte. Suppose I am having a negative colloid. ഒരു നെഗറ്റീവ് കൊളോയിഡാണ് എൻ്റെ കയ്യിലുള്ളത്. അതിന് ഞാൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ആഡ് ആൻ ഇലക്ട്രോലൈറ്റ്. പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന ആരെയാണ്? മോസ്റ്റ് കോമൺലി വി ആർ യൂസിങ് ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ നെഗറ്റീവ് കൊളോയിഡ് ആകുമ്പോൾ എൻ്റെ ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. സപ്പോസ് NaCl, ബേരിയം ക്ലോറൈഡ് ആൻഡ് അലൂമിനിയം ക്ലോറൈഡ്. ആനിയോൺ എല്ലാം സെയിം ആയിട്ട് എടുത്തുള്ള ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ള ഇലക്ട്രോലൈറ്റ് Na+, Ba2+ ആൻഡ് Al3+. ഇതിൽ ഏതാണ് ബെറ്റർ കൊയാഗുലേറ്റിംഗ് ഏജൻറ്റ്? കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊയാഗുലേറ്റിംഗ് ഏജൻറ്റ് ഓർ ഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റ്. കൊയാഗുലേറ്റിംഗ് ഏജൻറ്റ് ഓർ ഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റ്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദിസ് കൊയാഗുലേഷൻ? As the charge of ion increases, coagulation tendency also increases. Okay, who introduced this statement? Is Hardy-Schulze rule. If it is a positive colloid, what is the order? Suppose I am having FeCN6, 4- ion, negative ion, is the maximum tendency for coagulation. Then PO4 3-, SO4 2-, then OH- or Cl-. This for negative electrolyte. Negative electrolyte ആകുമ്പോൾ ചാർജ് രണ്ടിടത്തും ഇത് തന്നെ, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ചാർജ് ഓഫ് ദ അയോൺ ഇൻക്രീസസ്, coagulation tendency also increases. Clear now? Hardy-Schulze rule. ഒക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു കൊളോയിഡ്, പോസിറ്റീവ് കൊളോയിഡ് എന്നാൽ which among the following is the good electrolyte or strong electrolyte for better coagulation? ഇപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് ചാർജ് ഏറ്റവും കൂടുതലുള്ള കാറ്റോൺ ആണെങ്കിൽ, നെഗറ്റീവ് കൊളോയിഡ് ആണെങ്കിൽ കാറ്റോൺ ഏറ്റവും കൂടുതൽ ചാർജ് വരുന്ന കാറ്റോൺ ആണ് ബെറ്റർ കൊയാഗുലേറ്റിംഗ് ഏജൻറ്റ്. ആനിയോൺ ആണെങ്കിലും അതേപോലെ ചാർജ് ഏറ്റവും കൂടുതൽ വരുന്ന ആനിയോൺ ആണ് ബെറ്റർ കൊയാഗുലേറ്റിംഗ് ഏജൻറ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് കൊളോയിഡ്. കൊളോയിഡിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. കൊളോയിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ കൊളോയിഡ് മെയിനായിട്ടും ഇൻട്രാക്ഷനെ ബേസ് ചെയ്യുമ്പോൾ ലയോഫിലിക്കും ലയോഫോബിക്കും. ആരാണ് മോർ സ്റ്റേബിൾ? ലയോഫിലിക്ക്. ലയോഫിലിക്ക് മോർ സ്റ്റേബിൾ, ലയോഫിലിക്ക് ലെസ് സ്റ്റേബിൾ, ഇൻട്രാക്ഷൻ കുറവായതുകൊണ്ട്. അപ്പോൾ ആര് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? ലയോഫോബിക്കിന്. ലയോഫോബിക് സോളിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ലയോഫിലിക് ആയിട്ടുള്ള സോളുകളും ആഡ് ചെയ്യാം. ഇപ്പോൾ ലയോഫോബിക്ക് മെറ്റൽ സോളാണ് മെയിനായിട്ട് വരുന്നത്. മെറ്റൽ സോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റാർച്ച് യൂസ് ചെയ്യാം, പ്രോട്ടീൻ ഉപയോഗിക്കാം, ദെൻ ജെലാറ്റിൻ, ഇതുപോലുള്ള ലയോഫിലിക് ആയിട്ടുള്ള സോൾ ആഡ് ചെയ്ത് ലയോഫോബിക് സോളിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോളിനെ വിളിക്കുന്ന പേര് പ്രൊട്ടക്റ്റീവ് സോൾ എന്നാണ് വിളിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് സോൾ. ഇനി ഓരോ സോളിനുമുള്ള പ്രൊട്ടക്റ്റീവ് പവർ ഡിഫറൻ്റ് ആണ്. എല്ലാ സോളിനും ഒരേ പ്രൊട്ടക്റ്റീവ് പവർ അല്ല. പ്രൊട്ടക്റ്റീവ് പവറിൻ്റെ സ്ട്രെങ്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് ഗോൾഡ് നമ്പർ. The number that express for what? To express the strength of protective power of colloid. Protective power of colloid is explained in terms of gold number. Gold number നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് it is the number of milligram of protective colloid that are required to protect 1 ml gold soul. 1 ml സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന 1 ml gold soul by the addition of 1% 10 ml NaCl. ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ അവിടെ എന്ത് നടക്കും? കൊയാഗുലേഷൻ നടക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഫൈൻ, നമ്മളൊരു മെറ്റൽ സോൾ എടുത്തു. ഏത് സോള്? ഗോൾഡ് സോൾ. എത്ര എമൗണ്ട്? 1 ml. അതിലേക്ക് നമ്മൾ 1% 10 ml NaCl ആഡ് ചെയ്താൽ അതെന്ത് നടക്കും? കൊയാഗുലേഷൻ നടക്കും. ആ കൊയാഗുലേഷൻ നടക്കാതിരിക്കാൻ നമ്മൾ എന്തുമാത്രം ലയോഫിലിക് ആയിട്ടുള്ള സോൾ ആഡ് ചെയ്യണോ ആ എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോൾഡ് നമ്പർ. ഓരോ സോളിനും, ഇപ്പം സ്റ്റാർച്ച് നമ്മൾ എടുത്താലും സെല്ലുലോസ്, പ്രോട്ടീൻ ഓരോന്നെടുത്താലും അതിന് ഓരോന്നിനും ഒരു ഫിക്സഡ് ഗോൾഡ് വാല്യൂ ഉണ്ട്. ഗോൾഡ് വാല്യൂ കൂടുന്തോറും പ്രൊട്ടക്റ്റീവ് പവർ കുറയും. ഗോൾഡ് നമ്പർ ആൻഡ് പ്രൊട്ടക്റ്റീവ് പവർ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ.
ഇപ്പോൾ ഗോൾഡ് നമ്പർ തന്നിരിക്കുന്നു, കുറച്ച് സോളിൻ്റെ ലയോഫിലിക് സോളിൻ്റെ ഗോൾഡ് നമ്പർ തന്നിട്ടുണ്ട്. അതിലേതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് നമ്പർ ഏറ്റവും കുറവാർക്കാണോ അതാണ് ഏറ്റവും നല്ല പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. സോ ആർ യു നോട്ടഡ്? ഗോൾഡ് നമ്പർ ആൻഡ് പ്രൊട്ടക്റ്റീവ് നേച്ചർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇപ്പോൾ സ്റ്റാർച്ചിനാണെങ്കിൽ വളരെ ലോ ആണ് ഗോൾഡ് നമ്പർ വാല്യൂ, 0.005 ആണ്. 0.005 to 0.03 റേഞ്ചിൽ സ്റ്റാർച്ചിന് വരാറുള്ളത്. സ്റ്റാർച്ചിന് വളരെ കുറവാണ്. വിച്ച് നമ്പർ? ഗോൾഡ് നമ്പർ വാല്യൂ. അപ്പം സ്റ്റാർച്ച് ഒരു ബെറ്റർ പ്രൊട്ടക്റ്റീവ് കൊളോയിഡായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ക്ലിയർ നോ? ഗോൾഡ് നമ്പർ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി യു സ്റ്റഡീഡ് ആപ്ലിക്കേഷൻസ് കൊളോയിഡ്. കൊളോയിഡിൻ്റെ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് വി ഹാവ് ടു നോട്ട് സം ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്. കൊളോയിഡിൻ്റെ ആപ്ലിക്കേഷൻ ഇൻഡസ്ട്രി, മെഡിസിനൽ ഫീൽഡ്, ഇൻഡസ്ട്രിയൽ ഫീൽഡിലും എല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ മെജോറിറ്റി മെഡിസിനും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി മെഡിസിനും എന്ത് മീഡിയമാണ്? കൊളോയിഡൽ മീഡിയമാണ്. ബ്ലഡ് നമുക്കറിയാം, ഹ്യൂമൻ ബ്ലഡ് എല്ലാ മെറ്റബോളിക് പ്രോസസ്സും നടക്കുന്ന ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ്. ഹീമോഗ്ലോബിൻ കൊളോയിഡൽ പാർട്ടിക്കിൾസാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ അഗ്രികൾച്ചറൽ ഫീൽഡ്, ഇൻഡസ്ട്രി, സ്മോക്ക്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ നമ്മൾ ഈ ചിമ്മിനീസിൽ നിന്ന് ഗ്യാസ് ഇവോൾവ് ചെയ്യുമ്പം അതിൻ്റെ എയർ പൊല്യൂഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ സ്മോക്കിനെ അതിനകത്ത് നിന്ന് അതിൻ്റെ കൊളോയിഡൽ കണ്ടൻറ്റ് നമുക്ക് അബ്സോർവ് ചെയ്ത് മാറ്റാം. ഓക്കെ, പിന്നെ കൊളോയിഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഡസ്റ്റും ഫ്യൂംസ് ഫോഗും ഒക്കെ ഫോം ചെയ്യുമ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ റെയിൻ നമ്മൾ കൊളോയിഡൽ മീഡിയം വെച്ചാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. ഡസ്റ്റ് പാർട്ടിക്കിൾസിനകത്ത് സ്പ്രേ ചെയ്യുന്നു. AgI, സിൽവർ അയഡൈഡ്. അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കൊളോയിഡിന്. കൊളോയിഡിൻ്റെ ആപ്ലിക്കേഷൻസ് ജസ്റ്റ് വായിച്ചു വയ്ക്കുക, കാരണം ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഐഡൻറ്റിഫൈ. ഓക്കെ, നോ വി ക്യാൻ പ്രാക്ടീസ് സം ക്വസ്റ്റ്യൻസ് based on the topic surface chemistry. So note down the question. Question number 1. Out of the following reaction, which one gives a colloidal solution? Out of the following, which one gives a colloidal solution? The options are: first one, Cu plus HgCl2 gives CuCl2 plus Hg. Second one, 2HNO3 plus 3H2S gives 3S plus 4H2O plus 2NO, NO gas that will evolve. 3. 2Mg plus CO2 gives 2MgO plus carbon. 4. Cu plus CuCl2 exists as a dimer, Cu2Cl2. The 4 reaction, which one gives a colloidal solution? Colloidal medium? Yes, sulfur in water is colloid. Remaining all are not colloid. Metal displacement reaction, magnesium not from a colloid, magnesium oxide and carbon only. The second one is the correct option. Colloidal medium will be formed. Then next one, colloidal solution of gold is prepared by. Colloidal solution of gold. Colloidal solution of gold is prepared by, first option, colloidal mill, double decomposition method, Bredick's arc method, peptization method. Gold sole prepare in the method ആയിരുന്നു? Colloidal solution of gold. Gold is prepared by which method? Yes, Bredick's arc method. Noble metals platinum goldum നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് Bredick's arc method വഴിയാണ്. Then next one, colloidal solution can be purified by. Colloidal solution can be purified by, first option peptization, second one coagulation, third one ultrafiltration, and fourth one Bredick's arc method. What is the process? Ultrafiltration. നമ്മൾ പഠിച്ചു 3 method: dialysis, electrodialysis, ultrafiltration. Next one, cloud or fog. Cloud or fog is an example of colloidal system of. Cloud or fog is an example of colloidal system of option: liquid disposed in gas,
Second one, gas disposed in gas. Third one, solid disposed in gas. Fourth one, solid disposed in liquid. Fog is one, liquid disposed in gas. Fog or cloud. Answer, liquid disposed in gas. Then next question, which is a natural colloid? Which is a natural colloid? Sodium chloride, urea, cane sugar, blood. Which is a natural colloid? Blood. Then next question, which of the following forms a colloidal solution in water? Which one forms colloidal solution in water? First option NaCl, second one glucose, third one starch, fourth one barium nitrate. Yes, starch. The next question, which of the following is not a method of preparation of colloidal solution? Which is not a method of preparation of colloidal solution? First one, electrical disposition, second one peptidization, third one mechanical disposition, fourth one coagulation. Which one is not a method of preparation of colloid? Coagulation. Coagulation means what? Colloid into precipitate. Next one, then colloid in the classification the medium liquid angle what is commonly called emulsions. Emulsions are two types. Which are they? Oil in water, water in oil. Note emulsion. Emulsions two category, oil in water, water in oil. Oil in water, what is the example? Most common example, milk and vanishing cream. This is butter, cheese. And the cream we are using for eatable, that is water and oil type. Emulsion is stable alla, emulsion is namukku stabilize cheyam. But we add electrolyte chemical substance emulsifying agent. Emulsifying agent. Then next question, milk is option. First option, fat disposed in milk. Fat, FAT disposed in milk. Second one, fat disposed in water. Third one, water disposed in fat. Fourth one, water disposed in oil. Milk is one, fat disposed in water. Fat disposed in water is milk. Then next one, smoke is an example of smoke is an example of option, gas disposed in liquid, gas disposed in solid, solid disposed in gas. Fourth one, solid disposed in solid. Smoke is one, solid disposed in gas. Solid disposed in gas is smoke. Next one, a colloidal system in which gas bubbles are disposed in liquid. Gas bubbles are disposed in liquid is known as first option foam, second option sol, third option aerosol, and fourth option emulsion. Question is clear? A colloidal system in which gas bubbles are disposed in liquid. What is the answer? Foam. Gas bubbles in liquid. The colloid is foam. FOAM. The next one, the emulsifying agent in the milk is emulsifying agent in the milk. Milkilla emulsifying agent. Emulsion is stabilize and emulsifying agent. Options are, one is lactic acid, second one casein, third one lactose, fourth one fat. Which is the emulsifying agent in milk? Which one? Casein. CASEIN, casein. Then next one, lyophobic colloids are first option reversible, irreversible, protective colloid,
gum protein, GUM, gum protein. Lyophobic colloids are irreversible in nature. Lyophilic are reversible, lyophobic are irreversible. Lyophobic irreversible ആണ്, കാരണം അത് സ്റ്റേബിൾ അല്ല, പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സസ്പെൻഷൻസ് ആർ not visible by any means, any source, any means. Second one, visible to naked eye, invisible under electron microscope, invisible through microscope. Suspensions are visible. Answer is visible to naked eye. Next question. When dispersion medium is water, the colloidal system is called. What is the name of colloidal system? Dispersion medium is water. Yes, aquasol. Aquasol or hydrosol. The options given are sol, aquasol, aerosol, organosol. So aquasol. Aquasol എന്ന് വിളിക്കും, hydrosol എന്ന് വിളിക്കും. Aqua means water. Next one. Which one of the following is lyophilic colloid? Lyophilic. Options: gelatin, sulfur, gold, carbon. Lyophilic gelatin. Next one. Which of the following electrolyte will have maximum flocculation value for ferric hydroxide sol? Which of the following electrolyte will have maximum flocculation value, coagulation value for ferric hydroxide sol? Flocculation value is coagulating power. Coagulating power and coagulation are inversely proportional. Coagulating value. But charge കൂടുന്തോറും coagulation value കുറയുകയാണ് ചെയ്യുന്നത്. Options given are NaCl. Second one Na2S. Third one NH4 thrice PO4, ammonium phosphate. NH4 thrice PO4. Fourth one K2SO4. Question മനസ്സിലാക്കുക. Which of the following electrolyte will have maximum flocculation value? Flocculation value and flocculating power are inversely proportional ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ചാർജ് കുറവാർക്ക NaCl. സോ NaCl ഒറ്റ പോസിറ്റീവ് അയോൺ മാത്രമേ ഉള്ളൂ. സോ NaCl is the right answer. Then next question. When a colloidal solution is absorbed under an ultra microscope, we can see absorbed under an ultra microscope. We can see first option, light scattered by colloidal particles. Second one, size of the particle. Third one, shape of the particle. Then relative size. First option, light scattered to colloidal particle. When you are absorbing colloidal particle, we can see scattering of light. Then next question, which property of colloid is not depend on the charge on colloidal particles? Which property depends on, which property of colloid not depend on the charge on colloidal particles? First one, coagulation. Second one, electrophoresis. Third one, electroosmosis. And fourth one, Tyndall effect. Coagulation charge depend ചെയ്താണ് coagulation നടക്കുന്നത്. Electrophoresis charge ആണ്, migration. Electroosmosis നടക്കുന്നത് migration ആണ്. Then Tyndall effect. Answer is Tyndall effect. Scattering ആണ്, not depend on charge. ഏത് colloidal particle scattering നടക്കും. So Tyndall effect. Next one. On adding few drops of dilute HCl to freshly prepared ferric hydroxide. On adding drops of HCl to freshly prepared ferric hydroxide, comma, a red colored colloidal solution. A red colored colloidal solution is obtained. This phenomenon is known as option, peptidization, coagulation,
dialysis, dissolution. HCl എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് നടക്കും? precipitation. So what is the process? Peptization. Clear now? Peptization is a process of conversion of precipitate into colloid. The next question. When excess of electrolyte is added to colloid, it option coagulate, stabilize, gets diluted. Then fourth option, does not change. Excess electrolyte is added, what will take place? Coagulation. So answer is coagulates. Next one, among the electrolytes Na2SO4, CaCl2, Al2SO4 thrice. Na2SO4, CaCl2, Al2SO4 thrice, and NH4Cl. The most effective coagulating agent for Sol is 4 ഇലക്ട്രോലൈറ്റ് തന്നെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക. 4 ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ Na2SO4, സെക്കൻഡ് ഓപ്ഷൻ CaCl2, തേർഡ് ഓപ്ഷൻ Al2SO4 thrice, ഫോർത്ത് വൺ NH4Cl. Which is the better coagulating agent? Aluminum sulfate. Charge of ion increases, coagulating power also increases. Next one, the ability of an iron, iron metal, to bring out coagulation of a given colloid depends upon, first one, its size. Second one, the magnitude of the charge, of its charge only. Third one, the size of its charge alone. Fourth one, both magnitude and sign of the charge. The ability of an iron to bring out a coagulation is both magnitude and sign of its charge. Magnitude വേണം, സൈനും വേണം. Positive colloid or negative colloid. Based on only we can add the electrolyte and coagulation will take place. So the answer is both the magnitude and the sign of its charge. Next question. When a strong beam of light is passed through a colloidal solution, the light will, first option, be reflected, be scattered, be refracted, pass unchanged. Direct question is scattered. Then next question. An arsenic sulfide sol carries a negative charge. The maximum precipitating power for this sol is possessed by. The maximum precipitation power of this sol is possessed by option, first one K2SO4, CaCl2, second option, third option Na3PO4, fourth option AlCl3. Charge and magnitude increases, coagulating power also increases. So AlCl3 is the answer. Next question. Which one of the following substances gives a positively charged sol? Which one of the following substances gives a positively charged sol? First one, gold. Second one, a metal sulfide. And third one, ferric hydroxide. Fourth one, an acidic dye. Which one positive there in the ferric hydroxide sol? Ferric hydroxide water positive sol creating metal negative also producing. Then next question, alums. Alums are double salt.
ഡബിൾ സാൾട്ടുകളെയാണ് നമ്മൾ ആലംസ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആലമാണ് പൊട്ടാഷ് ആലം. K2SO4, Al2SO4 thrice due to 24H2. Okay. Alum helps in purifying water due to, alums help in purifying water due to option first one, forming silicon complex with clay particles. Second one, sulfate part which combine with the dirt and removes it. Sulfate part which combine with the dirt and removes it. Third one, alum which coagulate the mud particles. Alum helps to coagulate the mud particles. Fourth one, making mud water soluble. Making mud water soluble ആകുമ്പോൾ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ ഇൻ ദ മീനിങ്ലെസ്. ഓക്കെ, വാട്ട് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? യെസ്, തേർഡ് വൺ, ആലം വിച്ച് കൊയാഗുലേറ്റ് ദ മഡ് പാർട്ടിക്കിൾ. കൊയാഗുലേറ്റ് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് വിൽ സെറ്റിൽ ഡൗൺ, വിൽ ബി ഗെറ്റിംഗ് ക്ലിയർ വാട്ടർ. Then next question, when an excess and very dilute aqueous solution of Ki, when an excess and very dilute aqueous solution of Ki, potassium iodide, is added to a very dilute aqueous solution of silver nitrate, the colloidal particles of silver iodide are associated with the Helmholtz double layer. Helmholtz, HELMHOTLZ, Helmholtz double layer. അപ്പം അവിടുത്തെ മീഡിയം ഏതാണെന്ന് നമ്മൾ ക്ലിയർ ആക്കണം ക്വസ്റ്റ്യനിൽ നിന്ന്. വെൻ ആൻ എക്സസ് and very dilute aqueous solution KCl is added to very dilute aqueous solution of silver nitrate. ഇപ്പോൾ ആരാണ് ഇവിടുത്തെ മീഡിയം? സിൽവർ നൈട്രേറ്റിലേക്കാണ് നമ്മൾ KI സൊല്യൂഷൻ ആഡ് ചെയ്തത്. അപ്പം Helmholtz double layer, which one is the correct option? They will be asking. So the first option they given is AgI ആണ് അവിടുത്തെ സോൾ. അതിൽ Ag പ്ലസും then I minus etc. ആയിട്ട് പോകും. സെക്കൻഡ് ഓപ്ഷൻ AgIയിൽ K പ്ലസ് ഇൻട്രാക്ട് ചെയ്തു, then NO3 മൈനസ് കൗണ്ടർ അയോൺ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. തേർഡ് വൺ AgI NO3 മൈനസ് Ag പ്ലസ്. ഫോർത്ത് വൺ AgIയിൽ I minus counter ion and then K plus extended, which is the Helmholtz electrical double layer. Which is the correct option? Which is the medium? AgNO3. What is the precipitate? AgI. Which is the common ion? Ag plus. So first option is the correct option. Next one, the kinetic activity of colloidal particles suspended in colloidal particles suspended in liquid is known as the kinetic activity means one movement velocity of colloidal particles is known as first one Brownian movement, second one electrophoresis, third one electroosmosis, fourth one cataphoresis. What is this? Brownian movement is the answer. Then next question, which of the following electrolyte is least effective in causing flocculation? Flocculation means coagulation of ferric hydroxide salt. Flocculation of ferric hydroxide salt. The question they are asking is, which of the following is the least effective one? So the options are
K4FeCN6, potassium ferrocyanide, then K2CrO4, then KBr, K2SO4, which is the least charge. Br no ഒരു നെഗറ്റീവേ ഉള്ളൂ. ഇവിടെ 2 minus 4 minus ആണ്. Least one KBr. Next one, the separation of colloidal particles from those of molecular dimension is known as. The separation of colloidal particles from those of molecular dimension, molecular size in the base separate ചെയ്യുന്നത്. Which one? Separation of colloidal particle options are proteolysis, second one dialysis, third one pyrolysis, fourth one peptidization. That is in dialysis. Colloidal particles മാത്രം semi-permeable membrane ഉള്ളിൽ നിൽക്കും, particles എല്ലാം comes out, the remaining particles. Next question, the migration of colloidal particles under the influence of an electric field is known as electrophoresis. The migration of colloidal particles under the influence of an electric field is known as electrophoresis or cataphoresis. Migration of ion, electrophoresis or cataphoresis. Clear now? Like that you have to practice the questions. Only theory content, maximum number of questions you have to practice more and more. All the year you are getting questions from this chapter, but this simple question they will be asking. If you are preparing well, all of you can answer it without any confusion, because that much simple topic. Lengthy content are there, too much content you have to learn it, but all are simple content. So prepare well and practice maximum number of questions. Okay. Now I am winding up the topic surface chemistry. Okay. Bye.